വിമോഹിതനായി സ്വധർമ്മപദം ധാർമ്മിക പാത അകുതഭയം ഭയാനകമായ എല്ലാ വിപത്തിൽ നിന്നും സ്വതന്ത്രമായത് അപഹായ ത്യജിക്കൽ ശുദ്ധി സത്യസന്ധത മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം ലാളിത്യം ധർമ്മതത്വങ്ങൾ ജ്ഞാനത്തിന്റെ പ്രായോഗികമായ പ്രയോഗം തുടങ്ങിയ പ്രവർത്തികൾ കുപദ പാഖണ്ഡം നാസ്തികതയുടെ തെറ്റായ പാത അസമഞ്ജസം അനുചിതം അഥവാ വൈദിക സാഹിത്യത്തിന് വിരുദ്ധം നിജമാനുഷായ അവന്റെ സ്വന്തം ബുദ്ധി സാമർഥ്യത്താൽ മന്ദഹ അങ്ങേയറ്റം വിഡ്ഢി സംപ്രവർത്ത ഇഷ്യേതേ അവതരിപ്പിക്കും. വിവർത്തനം ഭക്തജനങ്ങളേറ്റ് പറയുക. സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് സംസാരം തുടർന്നു. അല്ലയോ രാജാവേ, കൊങ്ക വെങ്ക കുടക പ്രവിശ്യകളുടെ രാജാവായിരുന്ന അർഹത് ഋഷഭദേവന്റെ കർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കുകയും അദ്ദേഹത്തിന്റെ തത്വങ്ങളെ അനുകരിച്ച് പുതിയൊരു ധാർമ്മിക സമ്പ്രദായം അവതരിപ്പിക്കുകയും ചെയ്തു. വ്യാമോഹിതനായ അർഹിത് രാജാവ് പാപപങ്കിലങ്ങളായ കർമ്മങ്ങളുടേതായ ഈ കലിയുഗത്തെ പ്രയോജനപ്പെടുത്തി അപകട സാധ്യതയില്ലാത്ത വൈദിക തത്വങ്ങൾ ത്യജിച്ച് വേദങ്ങൾക്ക് വിരുദ്ധമായ സമ്പ്രദായമാണ് അവതരിപ്പിച്ചത്. ജൈനധർമ്മത്തിന്റെ ആരംഭം അതായിരുന്നു. ഈ നിരീശ്വരവാദ സമ്പ്രദായത്തെ മതങ്ങളെന്ന് വിളിക്കപ്പെടുന്ന മറ്റു പലതും പിന്തുടർന്നു. ഭാവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. കൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ സന്നിഹിതനായിരുന്നപ്പോൾ പൗണ്ഡ്രകൻ എന്ന പേരുള്ളൊരു വ്യക്തി ചതുർഭുജ നാരായണനെ അനുകരിക്കുകയും താനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. കൃഷ്ണനോട് മത്സരിക്കാൻ അവൻ ആഗ്രഹിച്ചു. അതുപോലെ ഋഷഭദേവന്റെ കാലത്ത് കൊങ്ക വെങ്ക പ്രവിശ്യകളുടെ രാജാവ് ഒരു പരമഹംസനെ പോലെ അഭിനയിച്ച് ഋഷഭദേവനെ അനുകരിച്ചു. അവൻ ഒരു പുതിയ ധർമ്മ സമ്പ്രദായം അവതരിപ്പിക്കുകയും ഈ കലിയുഗത്തിലെ ജനങ്ങളുടെ ബദ്ധാവസ്ഥ മുതലെടുക്കുകയും ചെയ്തു. ഈ യുഗത്തിലെ ജനങ്ങൾ ആരെയും പരമോന്നതനായ ഭഗവാനായി അംഗീകരിക്കാനും വൈദിക സമ്പ്രദായത്തിന് എതിരായ ഏത് ധർമ്മ സമ്പ്രദായത്തെയും സ്വീകരിക്കാനും തൽപരരാകുമെന്ന് വൈദിക സാഹിത്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ഈ യുഗത്തിലെ ജനങ്ങൾ മന്ദാസുമന്തമതയ എന്നാണ് വിളിക്കപ്പെട്ടിട്ടുള്ളത്. പൊതുവെ ആധ്യാത്മിക സംസ്കാരമില്ലാത്ത അവർ വളരെ അധപതിച്ചവരാണ്. അതിനാൽ അവർ ഏത് മതസമ്പ്രദായവും സ്വീകരിക്കുന്നു. നിർഭാഗ്യത്താൽ അവർ വൈദിക സംസ്കാരം വിസ്മരിക്കുന്നു. വൈദികമല്ലാത്ത തത്വങ്ങളെ പിന്തുടർന്ന് സ്വയം പരമോന്നതനായ ഭഗവാനാണെന്ന് ചിന്തിക്കുകയും ലോകം മുഴുവനും നിരീശ്വരവാദം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമേശം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീ ഗുരോ ശ്രീതപാദകമലം ശ്രീ ഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗ്രജാതം സഗഗണ രഘുനാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹന ലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിതിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഗിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപതരുപച്ച കൃപാ സിന്ധുഭേവ ച പാവനേവോ വൈഷ്ണവേവോ നമോ നമഃ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ ചർച്ച ഭക്തജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുകയാണ്. ഈ ഒരു മഹനീയമായ സത്സംഗത്തിൽ എനിക്ക് വരാനും ഭഗവാനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരം തന്നതിൽ വളരെ നന്ദിയുള്ളവനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധം 6-ാം അധ്യായം 9-ാമത്തെ ശ്ലോകമാണ്. നമ്മൾ രാവിലെ എല്ലാ ഇസ്കോൺ സെന്ററിലും ഭാഗവതം റെഗുലറായിട്ട് ക്ലാസ് എടുത്ത് വരുന്നതിന്റെ ഭാഗമായി ഇന്നത്തെ സീക്വൻസ് അനുസരിച്ച് വരുന്ന ശ്ലോകമാണ് ഇന്നത്തെ ശ്ലോകം. ഇപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഋഷഭദേവന്റെ കർമ്മങ്ങളെ കുറിച്ചാണ്. ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാന്റെ തന്നെ ഒരു അവതാരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ലീലകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ശ്ലോകം സംസാരിക്കുന്നത് സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് സംസാരം തുടർന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ലയോ രാജാവേ പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ് സുഖദേവ ഗോസ്വാമി, അല്ലയോ രാജാവേ, കൊങ്ക വെങ്ക കുടക പ്രവിശ്യങ്ങളുടെ രാജാവായിരുന്ന അർഹത് എന്നുള്ള രാജാവ് ഋഷഭദേവന്റെ കർമ്മങ്ങളെ കുറിച്ച് ശ്രവിക്കുകയും അദ്ദേഹത്തിന്റെ തത്വങ്ങളെ അനുകരിച്ച് പുതിയ ഒരു ധാർമ്മിക സമ്പ്രദായം അവതരിപ്പിക്കുകയും ചെയ്തു. വ്യാമോഹിതനായ അർഹത് ആ രാജാവ് പാപപങ്കിലങ്ങളായ കർമ്മങ്ങളുടേതായ ഈ കലിയുഗത്തെ പ്രയോജനപ്പെടുത്തി അപകട സാധ്യതയില്ലാത്ത വൈദിക തത്വങ്ങൾ ത്യജിച്ച് വേദങ്ങൾക്ക് വിരുദ്ധമായ സമ്പ്രദായമാണ് അവതരിപ്പിച്ചത്. ജൈനധർമ്മത്തിന്റെ ആരംഭം അതായിരുന്നു. നിരീശ്വരവാദ സമ്പ്രദായത്തെ മതങ്ങളെന്ന് വിളിക്കപ്പെടുന്ന മറ്റു പലതും പിന്തുടർന്നു. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഋഷഭദേവനെ കുറിച്ചുള്ള മഹനീയത. അപ്പൊ ഋഷഭദേവൻ വലിയൊരു രാജാവായിരുന്നു. എന്നാൽ അദ്ദേഹം ഒരു സമയം കഴിഞ്ഞപ്പോ എല്ലാം ത്യജിച്ച് പൂർണ്ണമായി അടുത്ത തലമുറയ്ക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. എന്താണ്? എനിക്ക് സന്തോഷം എന്തൊക്കെ നൽകും? അപ്പൊ എല്ലാം കഴിഞ്ഞ നമ്മുടെ ബ്രഹ്മോത്സവത്തിന്റെ ആ ദിവസം ജഗസാക്ഷി പ്രഭു അദ്ദേഹത്തിനെ കുറിച്ചൊരു നല്ലൊരു വർണ്ണന നൽകി. അപ്പൊ അത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്തു. ഇതെനിക്ക് സന്തോഷം തരുമോ, ഇതെനിക്ക് സന്തോഷം തരുമോ? അങ്ങനെ ഏതൊന്നും അദ്ദേഹം എടുത്ത് ഇതെനിക്ക് സന്തോഷം തരുമോ എന്ന് നോക്കിയിട്ട് സന്തോഷം തരുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതങ്ങ് ഉപേക്ഷിച്ചു. അങ്ങനെ അദ്ദേഹം ഉപേക്ഷിച്ച് ഒരു അവധൂത സ്റ്റേജിലെത്തി. അവസാനം അദ്ദേഹം ഒന്നിനും സന്തോഷം സാക്ഷരമായ സന്തോഷം തരുന്നില്ല എന്ന് മനസ്സിലാക്കി അത് ഒന്നൊന്നായിട്ട് ത്യജിച്ചു. കുടുംബം ത്യജിച്ചു. വലിയ ചക്രവർത്തിയാണ്, രാജാവല്ല ചക്രവർത്തി. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഈ ഭൂലോകം മുഴുവനും അദ്ദേഹത്തിന്റെ അണ്ടറിലാണ്. ഇപ്പൊ ഇന്ത്യ സെപ്പറേറ്റ് രാജ്യമാണ്, അമേരിക്ക സെപ്പറേറ്റ്, അങ്ങനല്ല. ഈ ഭൂമി മുഴുവനും ഇദ്ദേഹത്തിന്റെ അണ്ടറിലായിരുന്നു. അത് കംപ്ലീറ്റ് അദ്ദേഹം തിരിച്ച് മക്കൾക്ക് ഏൽപ്പിച്ചിട്ട് കുടുംബം ത്യജിച്ചു, ഫാമിലി രാജ്യം ത്യജിച്ചു, മക്കളെ, ഭാര്യ, കുടുംബം, റിലേറ്റീവ് എല്ലാം ത്യജിച്ചു. അവസാനം സന്തോഷം നൽകുമോ എന്ന് നോക്കി അദ്ദേഹത്തിന്റെ ഡ്രസ്സും ത്യജിച്ചു. അവസാനം അദ്ദേഹം ചക്രവർത്തിയാണ്, എന്നാലും നാട്ടിലൂടി അദ്ദേഹം ഇങ്ങനെ പൂർണ്ണ നഗ്നനായൊക്കെ നടക്കുകയൊക്കെ ഉണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ബോധമണ്ഡലം ഹൈ ലെവലിലേക്ക് പോയി. അതായത് ബോഡി കോൺഷ്യസ് മാറി, മാനസികമായ ലെവലിലുള്ളത് മാറി, ഇന്റലക്ച്വൽ ലെവൽ മാറി, സോൾ ലെവലിലെത്തി, അതൊക്കെ മുകളിൽ എന്നുള്ള ലെവലിൽ അദ്ദേഹം പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഈ ശാരീരിക ബോധം അദ്ദേഹത്തിനില്ല. ഉദാഹരണത്തിന് നമ്മുടെ ശാരീരിക ബോധം അദ്ദേഹം അത് കൃത്രിമമായിട്ട് അദ്ദേഹം കാണിക്കുന്നതല്ല, അത് ആദ്യം മനസ്സിലാക്കണം. അതായത് അതെങ്ങനെയെന്ന് ചോദിച്ചാല് ബോധത്തിൽ പൂർണ്ണമായും മാറ്റം അദ്ദേഹം വന്നു എന്ന് പറയാൻ കാരണം, ഒരിക്കൽ കുറച്ച് ലേഡീസ് ഒക്കെ ചേർന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിലൂടെ
നമ്മുടെ സുഖദേവ ഗോസ്വാമി നടന്നുപോയി. ഈ ശ്ലോകം പറയുന്നത് സുഖദേവ ഗോസ്വാമി നടന്നു പോയപ്പോ ആ ലേഡീസ് പ്രത്യേകിച്ച് ഡ്രസ്സൊന്നും എടുത്ത് മറയ്ക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ആ സുഖദേവ ഗോസ്വാമിയുടെ സ്പിരിച്വൽ ഫാദറും സ്വന്തം അച്ഛനുമായ വ്യാസമഹർഷി അതിലേക്ക് കടന്നുപോയി. അപ്പോഴത്തേക്ക് അവരെല്ലാം ആ ഡ്രസ്സൊക്കെ എടുത്ത് അത് പെട്ടെന്ന് മറക്കുകയുണ്ടായി. അപ്പൊ ഒരിക്കൽ അത് കണ്ടിട്ട് ഗോപിക അവിടുത്തെ ദേവിമാരോട് ചോദിക്കുകയാണ്, അതെന്താ എന്റെ മകൻ പോയപ്പോ താങ്കൾക്ക് ഒന്നും തോന്നിയില്ല, അത് ഇതിനേക്കാളും ചെറുപ്പവുമാണ്, എന്നാൽ ഞാൻ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വയസ്സനാണ്, എന്നാൽ ഞാൻ പോയപ്പോഴാണല്ലോ നിങ്ങൾ ഇത് മറച്ച് എന്നുള്ള രീതി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, താങ്കൾക്ക് ആൺ പെൺ വ്യത്യാസമുണ്ട്, ശാരീരിക ബോധമുണ്ട്, എന്നാൽ താങ്കളുടെ മകൻ സുഖദേവ ഗോസ്വാമിക്ക് എന്തില്ല? ശാരീരിക ബോധമില്ല. അപ്പൊ ആ ലെവലിലാണ് സുഖദേവ ഗോസ്വാമി. എന്നതുപോലെ ഋഷഭദേവൻ ഇവിടെ ആ ലെവലെല്ലാം താണ്ടി. അദ്ദേഹം ബോഡി ലെവലല്ല, മാനസിക ലെവലല്ല, അദ്ദേഹം ഇന്റലക്ച്വൽ ലെവലല്ല, അതൊക്കെ മേലെ സോൾ ലെവലിൽ എത്തിയത് കൊണ്ട് ഈ ഭൗതിക ലോകത്തിലുള്ള നിയമങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ല, അദ്ദേഹം അതിന് വകവെച്ചുമില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം അടുത്ത ലെവലിലേക്ക് പോവുകയും അവസാനം അദ്ദേഹം ശരീരം ഉപേക്ഷിച്ച് കാട്ടുതീയിലൂടെ ശരീരം ഉപേക്ഷിച്ച് അത് പരമ്പതം പോവുകയും ചെയ്യും. അപ്പോ അതിൽ പറയുന്നുണ്ട് ഭക്തന്മാര്, അദ്ദേഹത്തിന്റെ ശരീരം ആധ്യാത്മികമാണ്, അതുകൊണ്ട് തന്നെ സാധാരണ കാട്ടുതീക്കൊന്നും അതിനെ സ്പർശിക്കാൻ കഴിയില്ല, അദ്ദേഹം ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, അങ്ങ് ഉപേക്ഷിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പൊ അങ്ങനെ ഉള്ള ഋഷഭദേവന്റെ ലീലകളെ കണ്ട് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു, കൊങ്ക വെങ്ക കുടക പ്രവിശകളുടെ രാജാവായിരുന്ന അർഹത് അദ്ദേഹം ഋഷഭദേവനെ അനുകരിക്കാൻ ശ്രമിച്ചു. ഋഷഭദേവന്റെ പിൻഗാമി ഞാനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സ്വയം അവതരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് പൂർണ്ണമായും ഋഷഭദേവനെ ഫോളോ ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ബിവിൽഡേർഡായ വ്യാമോഹിതരായ കലിയുഗത്തിലെ ജനങ്ങളുടെ സ്വഭാവം മുതലാക്കിക്കൊണ്ട് അവരെ പറ്റിക്കാൻ തീരുമാനിച്ചു എന്ന് തന്നെ ഈ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം ഋഷഭദേവന്റെ കറക്റ്റ് ഫോളോവർ അല്ല എന്ന് തന്നെ അതേ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവം എന്താണ്? കലിയുഗത്തിലെ ആൾക്കാരുടെ സ്വഭാവം എന്തെന്ന് വെച്ചാല് അവർക്ക് ശരിക്കുമുള്ള സ്പിരിച്വൽ ലൈഫ് എന്തെന്ന് അറിയില്ല. അത് ശരിയായി പറഞ്ഞു തരാനുള്ള ആൾക്കാർ കലിയുഗത്തിൽ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവര് ആരെയും അനുകരിക്കാൻ റെഡിയാണ്. അപ്പൊ അവരെ ജസ്റ്റ് ഒന്ന് വഴിതെറ്റിക്കാൻ ആർക്കും എളുപ്പത്തിൽ കഴിയും. അങ്ങനെയുള്ള കലിയുഗത്തിന്റെ ഈ ദോഷവശം മുതലെടുത്തുകൊണ്ട് ഞാനാണ് ഋഷഭദേവന്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ള രീതിയിൽ വ്യക്തമായി പറയുന്നു. നല്ല രീതിയിൽ എല്ലാവർക്കും ഗുണം വരുന്ന വൈദിക സമ്പ്രദായം ത്യജിച്ചിട്ട്, വൈദിക തത്വങ്ങൾ ത്യജിച്ചിട്ട് വേദങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമ്പ്രദായം ഈ പറഞ്ഞ അർഹത്ത് രാജാവ് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിലൂടെ അദ്ദേഹം പ്രചരിപ്പിച്ചത് നിരീശ്വരവാദമായ ഒരു സംവിധാനമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. അപ്പൊ ഇതിന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതായത് എല്ലാ കാലത്തും ആൾക്കാരെ വഴിതെറ്റിക്കാൻ കച്ചകെട്ടി കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഇറങ്ങുന്നുണ്ട്, ഇനിയും ഇറങ്ങും എന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നതാണ് എല്ലാ കാലത്തും. അപ്പൊ അതിലെ താഴെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടി അല്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാലത്ത് തന്നെ ഭഗവാനോട് നേരിട്ട് അങ്ങല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ഞാനാണ് എന്ന് ഒരാൾ പറഞ്ഞു. ആരാണ് അദ്ദേഹം? പറയൂ. പൗണ്ഡ്രകൻ. പൗണ്ഡ്രകൻ എന്നുള്ള ഒരാള് ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ, ഞാനാണ് കൃഷ്ണൻ, നിങ്ങളല്ല എന്ന് ആരുടെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു? കൃഷ്ണനോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഭഗവാനോട് തന്നെ നേരിട്ട് താങ്കളല്ല ശരിയായ കൃഷ്ണൻ, ഞാനാണ് ശരിയായ കൃഷ്ണൻ എന്ന് പറയുന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന കാര്യം. അന്ന് ഏത് യുഗമാണ്? അന്ന് ദ്വാപരയുഗമാണ്, കലിയുഗമല്ല. കലിയുഗത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ആ യുഗത്തില് കൃഷ്ണനോട് നേരിട്ട് പറഞ്ഞ സംഭവം നടന്നിട്ടുണ്ട്. അത്രയ്ക്കും ശക്തമാണ് മായ. അപ്പോ അങ്ങനെയുള്ള പൗണ്ഡ്രകൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ കാശി രാജാവ് അല്ലെ, അദ്ദേഹത്തിന്റെ കൂടെ ചേർന്നാണ് ഈ രീതിയിലൊക്കെ സംസാരിച്ചത്. അവസാനം അദ്ദേഹത്തിന് ആരാണ് പാഠം പഠിപ്പിച്ചത്? ഭഗവാന്റെ സുദർശന ചക്രം അതിന് ഉത്തരം നൽകുകയാണ് ഉണ്ടായത്. അപ്പോ പൗണ്ഡ്രകൻ എന്നുള്ള ആ ഒരു ആള് പോലും അന്നത്തെ കാലത്ത് കലിയുഗത്തിന്റെ മുമ്പേ ഭഗവാന്റെ പദവി ആഗ്രഹിച്ച് ഭഗവാനോട് തന്നെ നേരിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിൽ നിന്ന് മാറി കലിയുഗത്തില് മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ എന്തെല്ലാം നടക്കും അല്ലെ? ആലോചിച്ച് നോക്കണം. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്തും
വ്യക്തമായി ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അപസമ്പ്രദായം എന്നാണ് പറയുന്നത്. ഇതുപോലത്തെ ആൾക്കാരും അതിന്റെ പിന്തുടർച്ചക്കാരും അവകാശപ്പെടുന്നവരെല്ലാവരും അപസമ്പ്രദായം. അപസമ്പ്രദായം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കലിയുഗത്തിലെ സത്യത്തിനെ തിരിച്ചറിയാൻ മാർഗമുണ്ടോ? എല്ലാം അങ്ങനെയാണെന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയല്ലേ, പിന്നെ നമ്മളും അങ്ങനെ തന്നെ എന്നാണോ? അങ്ങനല്ല. കലിയുഗത്തില് ഇപ്പോഴും സത്യം തിരിച്ചറിയാൻ മാർഗമുണ്ട്. നമ്മുടെ ഭാഗവതം തുടങ്ങുന്ന സമയത്തുള്ള ഒരു കഥയില് വ്യക്തമായി പറയുന്നുണ്ട്. നമ്മുടെ എന്താ, കാളയുടെ 4 കാലില് 3 പോയി, എന്നാൽ ഒരു കാല് മാത്രം കൊല്ലാൻ തട്ടിക്കളയാൻ ആരും സമ്മതിച്ചില്ല. പരീക്ഷിത് മഹാരാജാവ് സമ്മതിച്ചില്ല. ആ കാല് എന്തിനെ പ്രതിനിധീകരിക്കുന്നു? സത്യത്തിനെ പ്രതികരിക്കുന്നു, അല്ലെ? സത്യം ഇപ്പോഴും നിലവിലുണ്ട്. കലിയുഗത്തിലും സത്യം മറഞ്ഞു പോയിട്ടില്ല, സത്യം ഉണ്ട്. പക്ഷെ അത് കണ്ടെത്താൻ കഴിയും, ഏത് സാധാരണക്കാർക്കും കഴിയും. അതിനൊരു ടിപ്സ് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഗുരു, സാധു, ശാസ്ത്രം. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഫോളോ ചെയ്യണമോ വേണ്ടയോ എന്ന് നമുക്ക് സ്വയം തീരുമാനിക്കാം. അതിനു മുമ്പ് നമ്മൾ 3 ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്താണ് ആ 3 ക്രോസ് ചെക്കിങ്? അത് ഒന്ന്, നമ്മളോട് പറയുന്നത് ഒരു വ്യക്തി, അത് ആരായാലും നമുക്ക് അറിഞ്ഞിടാത്ത കാര്യം പറഞ്ഞു തന്നാൽ അദ്ദേഹം നമ്മുടെ ഗുരുവാണ്, ശരിയല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നത് ഉടനെ കയറി നമ്മൾ ഫോളോ ചെയ്യരുത്. പകരം അദ്ദേഹത്തിന് ഈ കാര്യം ആര് പറഞ്ഞു കൊടുത്തു അത് അന്വേഷിക്കണം. അത് അദ്ദേഹത്തിന്റെ ഗുരു ആയിരിക്കണം. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഗുരു ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഗുരു ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന് ഒരു ആ ഗുരു 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 എന്ന് പറഞ്ഞ ആ ഗുരു ശിഷ്യ പരമ്പര അത് കൃഷ്ണനിൽ അവസാനിക്കണം. അപ്പോ അവിടെ നിന്നും വരുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയും കൃഷ്ണൻ മുതൽ തുടങ്ങിയുള്ള ഗുരുശിഷ്യ പരമ്പരയും പറയുന്നതും നമ്മളോട് പറയുന്ന ഈ വ്യക്തിയാകുന്ന ഗുരു പറയുന്നതും സെയിം ആയിരിക്കണം. അതിൽ കോൺട്രഡിക്ഷൻ വരാൻ പാടില്ല. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന മുമ്പ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ ഗുരുവും ഗുരുശിഷ്യ പരമ്പരയാകുന്ന സാധു പരമ്പരയും ഒരേ കാര്യം പറയുകയും എങ്കിൽ നമ്മൾ ഫോളോ ചെയ്യാമോ? പാടില്ല. പകരം അത് ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഗുരു, സാധു, ശാസ്ത്രം, ഈ 3ഉം ഒരേ കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്ക് അത് സത്യമായി സ്വീകരിക്കാം, കണ്ണും അടച്ച് വിശ്വസിക്കാം, കണ്ണും അടച്ച് ഫോളോ ചെയ്യാം എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ ഈ ഒരൊറ്റ പോയിന്റ് ആണ് എനിക്ക് ഇസ്കോണിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഇവിടെ ഗുരുവുണ്ട്, ഗുരു ശിഷ്യ പരമ്പരയുണ്ട്. എന്ത് പറഞ്ഞാലും അത് ഏതെന്ന് കോട്ട് ചെയ്ത് സംസാരിക്കത്തുള്ളൂ, ശാസ്ത്രം കോട്ട് ചെയ്ത് ഇവിടെ പറയത്തുള്ളൂ. ഇവിടുത്തെ ചർച്ചകളെല്ലാം പുസ്തകം തുറന്നു വെച്ചുള്ള ചർച്ചയാണ്. പുസ്തകം അടച്ചുള്ള ചർച്ച ഇവിടെ ഇല്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം ശാസ്ത്രം കോട്ട് ചെയ്തിട്ടുള്ള കാര്യം മാത്രമേ ഇവിടെ സംസാരിക്കുന്നു. ഞാനൊരു സത്യം എല്ലാവരും അങ്ങനെയാണ്. അഹതോ ബ്രഹ്മ ജിജ്ഞാസ, എല്ലാവർക്കും ആ സത്യം അന്വേഷിക്കുന്ന തോര തീർച്ചയായിട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ എത്തത്തില്ല. അപ്പൊ അങ്ങനെ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ അവിടുത്തെ പുസ്തകങ്ങൾ ഇവിടുത്തെ പുസ്തകങ്ങൾ എല്ലാം മാറി മാറി വായിക്കുകയും പല ആശ്രമങ്ങളിൽ കയറി പല സത്സംഗങ്ങളിൽ കയറി കറങ്ങി അടിച്ചൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ഉള്ള പ്രത്യേകത, ഇവിടെ ഈ 3മുണ്ട്. ഗുരു ഉണ്ട്. ഇവിടെയൊക്കെയാണ് സത്സംഗത്തിൽ ക്ലാസ് ഉള്ളത്. മറ്റുള്ള സ്ഥലത്ത് സത്സംഗത്തിൽ ക്ലാസ് ഇല്ല. സത്സംഗത്തിൽ കീർത്തനം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. ഇവിടെ സത്സംഗത്തിന് ക്ലാസ് ഉണ്ട് എന്ന് മാത്രമല്ല, ആ ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ഉണ്ട്. ഇത് എല്ലാ സത്സംഗത്തിലും കാണാൻ പറ്റില്ല. അവിടെ 1 വേ ട്രാഫിക്. അവർക്ക് പറയാനുള്ളത് പറയണം, നിങ്ങൾ കേട്ടണം, പൊയ്ക്കോണം, ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഇവിടെ ചില പ്രഭാതങ്ങളുടെ മിഷനിൽ മാത്രം എവിടത്തെ ഇസ്കോണിൽ പോയി നിങ്ങൾ ക്ലാസ് കേട്ടാലും അവസാനം ഒരു ചോദ്യം ചോദിക്കും, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ, ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അത് വളരെ അട്രാക്റ്റീവാണ്. കാരണം അത് അങ്ങനെ ചോദിക്കാൻ അവർക്ക് കഴിയുന്നത് അവർക്ക് സപ്പോർട്ടായിട്ട് 3 എണ്ണം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ പറ്റുന്നത്. അവരുടെ സപ്പോർട്ടായിട്ട്, ക്ലാസ് എടുക്കുന്ന ആളുടെ സപ്പോർട്ടായിട്ട് ഗുരുവുണ്ട്, ഗുരുശിഷ്യ പരമ്പരയുണ്ട്. അവരെന്ത് പറഞ്ഞാലും ശാസ്ത്രം കോട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് എനി ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാം. എന്നാൽ മറ്റു ആശ്രമക്കാർക്ക് അതില്ല, ഗുരുവിൽ മാത്രമേ കാണത്തുള്ളൂ. ഒട്ടുമിക്ക ആശ്രമക്കാർക്കും എന്തുണ്ട്? ഗുരുവുണ്ട്, എന്നാൽ ഗുരുവിന് ഗുരുവില്ല. അത് ആരാണ് ഗുരു എന്ന് ചോദിക്കാനും പാടില്ല. അവർ ശിഷ്യന്മാർ ഒരുപാടുണ്ട്. അപ്പോ ഗുരുവിന് മുകളിൽ ഗുരുക്കന്മാരില്ല. ഗുരുവിന്റെ മുകളിൽ ഒരു ഗുരു, അദ്ദേഹത്തിന് ഒരു ഗുരു, അദ്ദേഹത്തിന് ഒരു ഗുരു, അദ്ദേഹത്തിന് ഗുരു, ഇങ്ങനെ ആ ഗുരുശിഷ്യ പരമ്പര നേരിട്ട് കൃഷ്ണനിൽ ചെന്ന് അവസാനിക്കണം. അപ്പൊ എന്തുണ്ട്? അതിൽ ആധികാരികതയുണ്ട്. അതാണ് ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. ഈ ഗുരുശിഷ്യ പരമ്പര നമുക്ക് എന്ത് നൽകും? ശരിയായ ജ്ഞാനം നൽകും. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇടമുറിയാതെ ഉള്ള ഒരു വൈദ്യുതി കമ്പി എത്തിക്കുമോ ഇല്ലയോ? ഇടമുറിയാതെ ഉള്ള ഒരു വൈദ്യുതി കമ്പി ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ സ്വിച്ച് ഇട്ടാൽ ഫാന്, ലൈറ്റ് ഒക്കെ കത്തും, ആണല്ലോ. ഇടമുറിയാതെ എന്ന് പറയുമ്പോൾ ഏത് മുതൽ ഏത് വരെ?
ഇടമുറിയാതെ. പവർ ഹൗസ് മുതൽ ഈ സ്വിച്ച് വരെ ഇടമുറിയാതെ വരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും എന്തെത്തും? പവർ സപ്ലൈ എത്തും, ആണല്ലോ. എന്നാൽ ഇതിന്റെ ഇടയിൽ മുറിഞ്ഞുപോയി, ആ വയർ മുറിഞ്ഞുപോയി. കമ്പി ഉണ്ട്, പക്ഷെ എന്തില്ല? കറണ്ട് ഇല്ല. ശരിയല്ലേ? കാരണം എന്താ? അത് മുറിഞ്ഞുപോയി. അപ്പൊ ഇടമുറിയാതെയുള്ള ഒരു വൈദ്യുതി കമ്പി നമുക്ക് പവർ സപ്ലൈ ചെയ്യും എന്നതുപോലെ ഇടമുറിയാതെയുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യ കുലത്തിന് നൽകിയ ജ്ഞാനം എത്തുന്നത്. ഇതിന്റെ ഇടയിൽ ആർക്കെങ്കിലും ഗുരുശിഷ്യ പരമ്പരയിൽ ഒരു കട്ടുണ്ടായി പോയാൽ അവിടെ എന്ത് കട്ടായി പോയി? ആ ഇലക്ട്രിസിറ്റിയുടെ കമ്പി കട്ടായതുപോലെ കട്ടായിപ്പോയി. പിന്നെ എന്തേ കാണത്തുള്ളൂ? കമ്പിയെ കാണത്തുള്ളൂ, കറണ്ട് കാണത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒട്ടുമുക്കാൽ സത്സംഗങ്ങളിൽ പോകുമ്പോഴും ഈ കറണ്ട് ഇല്ലാത്ത അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഇസ്കോണിന് ആ കറണ്ട് ഉണ്ട്. എന്തുകൊണ്ട്? ഇസ്കോണിലെ ശ്രീല പ്രഭുപാദർ വരുന്നത് ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു ശിഷ്യ പരമ്പരയിലാണ്. ഇതിനെയാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതാണ് സാധു പരമ്പര എന്ന് പറയുന്നത്. ഈ പരമ്പര അവകാശപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇസ്കോണിനെ മറ്റേത് ആശ്രമത്തിനെയും നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്നത്. പോരാൻ കേട്ടോ, ഇവർ നമ്മളോട് പറയുന്നത് എന്താ? നാമം ജപിക്കൂ, നാമം ജപിക്കൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരുപാട് നാമങ്ങളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ജപിക്കാം. പോരാ, ഏത് തന്നെ ജപിക്കണം? ആ, ഹരിനാമം തന്നെ ജപിക്കണം. ഹരിനാമം ജപിച്ചോളാം, ഓം നമോ ഭഗവതേ വാസുദേവായ. അതും പറ്റൂല. അപ്പൊ ഉടനെ എടുത്ത് പറയും, എന്ത് വേണം? നിങ്ങൾ ഇത് തന്നെ ജപിക്കണം. ഏതാ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓടാ, അതെന്തിനാ അങ്ങനെ ചെയ്യണം? അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? അതിന് ആൻസർ ഉണ്ട്. എന്താ? കലിസന്ധരണോപനിഷത്തിൽ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജപിക്കണം. അത് കേട്ടപ്പോഴാണ് ഒരു സന്തോഷം. എന്താ? അത് കൊള്ളാം. അവരെന്ത് പറഞ്ഞാലും അവരുടെ കയ്യിൽ നിന്നൊന്നും പറയുന്നില്ല, ഉടനെ ശ്ലോകം കോട്ട് ചെയ്യുകയാണ്. എന്താണത് ശ്ലോകം? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എണ്ണി നോക്ക്, എത്ര എത്ര വാക്കുകളുണ്ട്? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. എത്ര എത്ര? 16. ഉടനെ അടുത്ത ശ്ലോകം ഉടനെ പറയാൻ, ഇതി ഷോഡശകം നാം കലി കൽമശനാശനം നദ പരതരോ വായ സർവവേദേഷു ദൃശ്യതേ. സംസ്കൃതം ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഇത് കേട്ടാ മനസ്സിലാവും. സംസ്കൃതം നമ്മളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ അർത്ഥം ഏത് സാധാരണക്കാരനും മനസ്സിലാവും. എന്താണ്? ഇതി ഷോഡശകം നാം. ഷോഡശം എന്ന് പറഞ്ഞാൽ 16. ഈ 16 നാമങ്ങൾ മാത്രമേ. കലി കൽമശ നാശനം, കലിയിലെ എല്ലാ കൽമശങ്ങളും നാശനം ചെയ്യാൻ കഴിയുന്നതാണ്. നദ പരതരോ ഉപായ, ഇതല്ലാതെ ഒരു ഉപായവും അന്യമായി ഇല്ല. ഇതെവിടെ കാണാൻ കഴിയും? സർവവേദേഷു ദൃശ്യതേ. ഇത് സർവവേദങ്ങൾ പഠിച്ചാലും ദൃശ്യതേ കാണാവുന്നതാണ്. ഒരു സംസ്കൃതം പഠിച്ചില്ലെങ്കിലും ഈ ശ്ലോകം കേൾക്കുമ്പോ അയ്യോ ആണോ, അങ്ങനെയാണോ, അതുകൊണ്ടാണോ ഇത് ജപിക്കാൻ പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. മനസ്സിലായോ? അപ്പൊ എന്തുണ്ട്? നമുക്കൊരാൾ പറഞ്ഞു തരുന്നു, അദ്ദേഹം നമ്മുടെ ഗുരുവാണ്. അദ്ദേഹം പറയുന്നത് ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പര അനുസരിച്ചുള്ള ഗുരുശിഷ്യ പരമ്പര പറയുന്നതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നാൽ ഈ രണ്ടുപേരും മാത്രമല്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ വ്യക്തമായ ശ്ലോകവും അവരുദ്ധരിച്ച് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. മനസ്സിലായോ? പിന്നെ നമുക്ക് ഫോളോ ചെയ്തൂടെ? ഗുരുവുണ്ട്, സാധുവുണ്ട്, ശാസ്ത്രമുണ്ട്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, മറ്റേതെങ്കിലും ആശ്രമത്തില് അവര് എന്ത് തന്നെ പ്രവർത്തന മണ്ഡലം നമ്മളോട് കാഴ്ചവെക്കുമെന്ന് പറഞ്ഞാലും അത് ഗുരുവിന്റെ സപ്പോർട്ട് ഉണ്ടോ? അതുണ്ട്. അതാണല്ലോ അവർ പറഞ്ഞിരുന്നത്. സാധുക്കളുടെ സപ്പോർട്ട് ഉണ്ടോ? ശാസ്ത്രത്തിന്റെ സപ്പോർട്ട് ഉണ്ടോ? ശ്ലോകം കോട്ട് ചെയ്ത് അവർക്ക് പറയാൻ കഴിയുമോ? ദയവായി ക്ഷമിച്ചാൽ ഇല്ലേ ഇല്ല. അവരെല്ലാം അപ്പന കുറെ ക്രിയകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സപ്പോർട്ട് ശാസ്ത്രത്തിൽ നിന്ന് കോട്ട് ചെയ്ത് ഗുരുശിഷ്യ പരമ്പരയുടെ സപ്പോർട്ടോട് കൂടി നമുക്ക് അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. ക്ഷമിക്കണം, ഇല്ല. അവിടെ ഇല്ലേ ഇല്ല. അവിടുത്തെ പ്രശ്നം ശ്രീകൃഷ്ണ ബലറാമ കി ജയ്, ശ്രീ ഗോവിന്ദജി കി ജയ്. അവിടുത്തെ പ്രശ്നം അവർക്ക് ഗുരുവുണ്ട്. അവിടെ എവിടെ പോയാലും ഗുരുവിന്റെ പിക്ചറേ ഉള്ളൂ. അവരാരെ കണക്ട് ചെയ്ത് തരുന്നില്ല. കൃഷ്ണനെ ഭഗവാനൊന്നും കണക്ട് ചെയ്ത് തരുന്നില്ല. അവിടെ പ്രാധാന്യം എല്ലായിടത്തും ആരുടെ പിക്ചറാ ഉള്ളത്? ഗുരുവിന്റെ പിക്ചർ മാത്രം.
ഗുരു പരമ്പരയുടെ പിക്ചറില്ല, ശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ വിൽക്കുന്നില്ല, ഗുരു പറഞ്ഞ ഉപദേശങ്ങൾ അടങ്ങുന്ന പുസ്തകം മാത്രമേ വിൽക്കുന്നുള്ളൂ. അപ്പൊ അവിടെ എന്ത് മനസ്സിലാക്കാം? കലിയുഗത്തിൽ സത്യമുണ്ട്. സത്യം മനസ്സിലാക്കണമെങ്കിൽ 3 അരിപ്പിലൂടെ നമ്മൾ ഏതൊരു ഉപദേശത്തിനും കടത്തിവിടണം. ഗുരുവിന്റെ ഉപദേശം, ഗുരു പരമ്പരയുടെ ഉപദേശം, ശാസ്ത്രത്തിന്റെ ഉപദേശം, ഈ 3ഉം സെയിം ആണെങ്കിലേ നമ്മൾ അത് ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടങ്ങളിൽ അതൊന്നും കാണപ്പെടുന്നില്ല എന്നുള്ള ഒരു വിഷമാവസ്ഥ ദയവായി ഈ അവസരത്തിൽ മനസ്സിലാക്കുക. എന്നാൽ ഇന്നത്തെ ശ്ലോകം കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഋഷഭദേവൻ ഹൈലി സ്റ്റാൻഡേർഡ് ആയിട്ട് അദ്ദേഹം ജീവിതം ആചരിച്ചു. ഒരു അവധൂതന്റെ സ്റ്റേജിൽ അദ്ദേഹം എത്തി. എന്നാൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന അർഹിത് എന്നുള്ള രാജാവ്, ഋഷഭദേവൻ ചക്രവർത്തിയാണ്. ആ ചക്രവർത്തിമാരുടെ അണ്ടറിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്, അല്ലെ? ഇന്ത്യയുടെ അധികാരി എന്ന് പറയുമ്പോൾ പ്രൈം മിനിസ്റ്റർ അല്ലേ? അല്ലെ? ഇന്ത്യൻ പ്രസിഡന്റ്, അത് കഴിഞ്ഞ പ്രൈം മിനിസ്റ്റർ. എന്നാൽ അദ്ദേഹത്തിന്റെ താഴെ ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട്, അല്ലെ? അതിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ട്, അല്ലെ? എന്നതുപോലെ അന്ന് ചക്രവർത്തി ഉണ്ട്, ചക്രവർത്തിയുടെ താഴെ ഒരുപാട് രാജാക്കന്മാരുണ്ട്. അതിലൊരു രാജാവാണ് അർഹത്ത് എന്നുള്ള രാജാവ്. അദ്ദേഹം കൊങ്ക വെങ്ക കുടക പ്രവിശ്യത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം ഋഷഭദേവന്റെ ഈ ലീല കണ്ടിട്ട് അതിന്റെ അടുത്ത ഭാരവാഹി ആരാണ്? ഞാനാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ഒരു പ്രത്യേകതരം ഒരു കൾട്ട് ഉണ്ടാക്കി എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ ശ്ലോകത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അത് ഏതനുസരിച്ചല്ല, വൈദിക സംസ്കാരം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ല. അത് ചൂഷണം ചെയ്തു. എന്ത്? കലിയുഗത്തില് അത്യാവശ്യം വിവരമില്ലാത്ത ആൾക്കാർക്ക് വിവരം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവരെ വഴിതെറ്റിക്കാൻ എളുപ്പം എന്നുള്ളത് കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തി ഇദ്ദേഹം അപസമ്പ്രദായം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് ഇവർ അപസമ്പ്രദായം പ്രചരിപ്പിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം? സ്ഥാനമാനങ്ങളാണ്. എന്താ? ഫലത്തിൽ അത് സ്ഥാനമാണ്. ഭൗതികമായ ലോകത്തിൽ ഞാനാണ് ഇതിന്റെയൊക്കെ അധികാരി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫലത്തിൽ അത് ചെയ്യുന്നത്. അതിൽ ഒരിക്കലും എന്തില്ല, ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. പലതരം ആനന്ദത്തിലെ ഒരു ആനന്ദമാണ് പദവി എന്നുള്ള ആനന്ദം. ആണോ അല്ലയോ? പദവി എന്നുള്ള ആനന്ദം ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയസ്സായ ആൾക്കാര് രാഷ്ട്രീയത്തിലുണ്ടാവും, അല്ലേ? എന്നാൽ ആ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അവർ മരിക്കൂല കേട്ടോ. അവര് നല്ല ചെറുചെറുപ്പോട് കൂടി ഓടും. പോസ്റ്റിലുള്ള ആൾക്കാർ വയസ്സായ ആൾക്കാരാണ് മന്ത്രിമാരും പ്രൈം മിനിസ്റ്റർ, സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയൊക്കെ വലിയ വലിയ ഇതൊക്കെ പോസ്റ്റിലൊക്കെ അവർ ആ സമയത്ത് മരിക്കൂല. എന്നാൽ ഈ പദവി എല്ലാം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴേ മരിക്കത്തുള്ളൂ കേട്ടോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൻമോഹൻ സിംഗ് ഇപ്പൊ മരിച്ചു, അല്ലെ? ഇപ്പൊ പദവിയിലോ പിക്ചറിലൊന്നും ഇല്ല, മരിച്ചു. എന്നാൽ പദവിയിലിരിക്കുന്ന ആൾക്കാർ മരിക്കൂല. അത്ര ഊർജ്ജസ്വലമായി അവർ ഓടിക്കൊണ്ടിരിക്കും. അത്ര രസമാണ് ആ ലഹരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊരു ലഹരിയാണ്. ദയവായി ക്ഷമിച്ചാലും യമനിയമത്തില് എന്തിനെ പറഞ്ഞിട്ടില്ല? നമ്മുടെ ഇസ്കോണിൽ ഫോളോ ചെയ്യുന്ന യമനിയമത്തില് ഒന്ന് പറഞ്ഞിട്ടില്ല. ഏത്? അധികാരം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ബാക്കി 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്പം ലഹരിയുള്ള ഒരു സംഭവമാണ് ഈ പദവി. അതുകൊണ്ട് ഭക്തന്മാര് അതിന് കയറി പിടിച്ചളയും, അതിനൊരു സുഖം പിടിച്ചു. പറഞ്ഞു വരുന്നത് ലഹരി ആണ് പദവി. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അർഹത് രാജാവ് ഋഷഭദേവന് ശേഷമുള്ള ആ ഫോളോവർ ഞാനാണ് എന്ന് പറയുകയുണ്ട്. യഥാർത്ഥത്തിൽ അത് അദ്ദേഹമാണോ അടുത്ത ആള്? എക്സ്റ്റേർണലി മാത്രമേ അദ്ദേഹം ഋഷഭദേവനെ കണ്ടിട്ടുള്ളൂ. ഇന്റേർണലി ഉള്ള ഋഷഭദേവൻ പറഞ്ഞ കാര്യം ആര് ഫോളോ ചെയ്യാൻ തയ്യാറല്ല? അർഹത്ത് രാജാവ് തയ്യാറല്ല. എന്നാൽ കുറച്ച് ചാപ്റ്ററിന് മുമ്പ് ഋഷഭദേവൻ മക്കൾക്ക് കൊടുക്കുന്ന നല്ല ഉപദേശങ്ങളുണ്ട്. അതാര് ഫോളോ ചെയ്യാൻ തയ്യാറല്ല? അർഹത് മഹാരാജാവ് ഫോളോ ചെയ്യാൻ തയ്യാറല്ല. എന്നാൽ എക്സ്റ്റേർണലി അദ്ദേഹം കാണിച്ചതെല്ലാം ആര് കാണിക്കാൻ തയ്യാറാണ്? അർഹത് മഹാരാജാവ് തയ്യാറ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഏതൊരു മഹാപുരുഷനെയും 2 രീതിയിൽ ഫോളോ ചെയ്യാം. ഒന്ന്, അദ്ദേഹം തന്ന സാരഗ്രാഹി ആകാം. അദ്ദേഹം നമുക്ക് തന്ന സാരം, അറിവ് നമുക്ക് ഗ്രഹിച്ച് അതിനെ ഫോളോ ചെയ്യാം. എന്താവാം? സാരഗ്രാഹി ആകാം. അതെല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാവുന്നത്. പിന്നെ ഒന്ന്, ഭാരവാഹി ആകാം. അദ്ദേഹം വിട്ടിട്ട് പോയ സ്ഥാപനങ്ങളുടെ ചുമതല ഏറ്റെടുത്തിട്ട് അതിന്റെയൊക്കെ നടത്തിപ്പുകാരൻ ഇപ്പോൾ ഈ മഠാധിപതി ഞാനാണ് എന്ന് പറഞ്ഞ് അതിന്റെ ഭാരവാഹിയും ആകാം. ഭാരവാഹി എല്ലാവർക്കും ആകാൻ പറ്റുമോ? അല്ലേ? ഒരു കാട്ടിൽ ഒരു സിംഹം മതി, അല്ലേ? അതാണ്. എന്നാല് സാരഗ്രാഹി ആർക്കൊക്കെ ആകാം? എല്ലാവർക്കും ആകാം, അല്ലേ? ശ്രീല പ്രഭുപാദർ അദ്ദേഹം തന്ന സാരം നമ്മള് ജീവിതത്തിൽ പകർത്തി നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ആർക്കും
ഫോളോ ചെയ്യാവുന്നതാണ്, ആണല്ലോ. എന്നാൽ ഏതെങ്കിലും ഒരു സെന്ററിന്റെ പ്രസിഡന്റ് ആവാൻ എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. അതാ. അപ്പൊ അതേപോലെ ഋഷഭദേവൻ തന്ന സാരം ഗ്രഹിച്ച് അദ്ദേഹം തന്ന മെസ്സേജ് വച്ച് നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകാൻ രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശങ്ങൾ സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ സാരം നമുക്ക് വേണമെങ്കിൽ ഗ്രഹിക്കാമായിരുന്നു. എന്നാൽ ഇന്നത്തെ ദ്രൗപദി പറഞ്ഞിരിക്കുന്ന അർഹത്ത് രാജാവ് അത് ചെയ്തില്ല. പകരം അദ്ദേഹം ഭാരവാഹി ആവാനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് ഒരു പ്രത്യേക അപസമ്പ്രദായം അദ്ദേഹം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വേറെ കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം. നമ്മുടെ ശിവസേന എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ അല്ലെ, അദ്ദേഹത്തിന്റെ ബാൽ ഠാക്കറെ ആയിരുന്നു അല്ലെ. ബാൽ ഠാക്കറെ മരിച്ചു ഉടനെ അദ്ദേഹത്തിന്റെ പുത്രനും അദ്ദേഹത്തിന്റെ കുടുംബക്കാരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരെന്ന് അവകാശപ്പെട്ടു. എന്നാൽ അതിന് ഒരു വിഭാഗം കോൺഗ്രസിന്റെ ഭാഗത്ത് ചേർന്നു. സാധാരണ അദ്ദേഹം ഇരുന്ന കാലത്തെല്ലാം അദ്ദേഹം BJPയുടെ കൂടെ ആയിരുന്നു. അപ്പോ ഇവര് പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയുന്നു. മറ്റേ ഭാഗം പറയുന്നു ഇല്ല ഞങ്ങളാണ് യഥാർത്ഥ ശിവസേന എന്ന് പറയും. കോൺട്രാഡിക്ഷൻ ഉണ്ട്, ആണല്ലോ. അപ്പൊ ആരാണെന്നുള്ളത് ആർക്കറിയാം? ആർക്കും അറിയില്ല. എന്നതുപോലെ കൺഫ്യൂഷൻസിന്റെ കാലമാണ് കലിയുഗം. ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ വലിയ പാടാണ്. എന്നാൽ വളരെ വ്യക്തമായ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ആർക്കും സത്യം കലിയുഗത്തിൽ കണ്ടെത്താൻ പറ്റും. അതിനാകെ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് പറയൂ എല്ലാവരും. ഗുരു, സാധു, ശാസ്ത്രം മൂന്നും ഒരേ കാര്യമാണ് പറയുന്നതെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യാം. അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് കയ്യിൽ എന്ത് കിട്ടും? ശാസ്ത്രം കയ്യിൽ കിട്ടും. പറയുന്ന ആള് ഗുരുവുമായിരിക്കും, സമ്മതിക്കുന്നു. ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നിന്ന് പോലും നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ കുട്ടി നമ്മുടെ ഗുരു തന്നെയാണ്. 24 ഗുരുക്കന്മാരെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു. അങ്ങനെ പലരിൽ നിന്ന് നമ്മൾ പഠിക്കാം. അത് ഗുരുക്കന്മാരെ കിട്ടാൻ പാടൊന്നുമില്ല. ശാസ്ത്രവും ഭഗവാന്റെ കൃപയിൽ അവൈലബിൾ ആണ്. ചോദ്യം ഇതാണ്, സാധുക്കൾ നമുക്ക് എവിടെ നിന്ന് കണ്ടെത്താം? ഗുരുശിഷ്യ പരമ്പരയെ എങ്ങനെ കണ്ടെത്താം? ശരിയായ സമ്പ്രദായത്തിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതാണ് ഏറ്റവും പാട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാല് പത്മപുരാണത്തിലാണ് എന്താണ് ആധികാരികമായ ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത്. സമ്പ്രദായത്തിനെ കുറിച്ച് പറയുന്നത് പത്മപുരാണത്തിൽ പറയും. അതിൽ പ്രധാനമായിട്ട് 4 സമ്പ്രദായത്തിനെ കുറിച്ചാണ് പറയുന്നത്. 4 വൈഷ്ണവ സമ്പ്രദായത്തിനെ കുറിച്ച് പറയും. എന്താണ് ആ സമ്പ്രദായം? പറയും. ഒന്ന്, ബ്രഹ്മാവ് മുതൽ തുടങ്ങിയുള്ള ഗുരുശിഷ്യ പരമ്പര, അതിനെ ബ്രഹ്മ സമ്പ്രദായം എന്ന് പറയും. 2, മഹാലക്ഷ്മി വഴി ഭഗവാൻ ഈ ദിവ്യമായ ജ്ഞാനം, മനുഷ്യനോടുള്ള കൊടുക്കേണ്ട ജ്ഞാനം പകർന്ന് ഈ ലോകത്തിന് നൽകി. അതിന്റെ പേരാണ് ശ്രീ സമ്പ്രദായം. ശ്രീ സമ്പ്രദായം. 3, കുമാര സമ്പ്രദായം. സനക, സനാതന, സനന്ദന, സനൽകുമാര മഹർഷിമാർ വഴി ഭഗവാൻ ഈ ദിവ്യമായ ജ്ഞാനം ലോകത്തിന് നൽകി. അതിന്റെ പേരാണ് കുമാര സമ്പ്രദായം. 4, ശിവഭഗവാൻ വഴി, രുദ്രദേവൻ വഴി ഈ ലോകത്തിനോട് ഭഗവാൻ ഈ ദിവ്യമായ ജ്ഞാനം പകർന്നു നൽകി. അതിന്റെ പേരാണ് രുദ്ര സമ്പ്രദായം. അപ്പൊ മൊത്തം 4 ആധികാരികമായ ഗുരുശിഷ്യ പരമ്പര ഉണ്ട് എന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വരുന്നത് ഇത് ഏതെങ്കിലും ഒരു പരമ്പരയിലാണോ എന്ന് ആദ്യം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. നമ്മൾ വായിക്കുന്ന ഈ പുസ്തകം ഈ പരമ്പരയിലുള്ള ഏതെങ്കിലും ആചാര്യൻ നിർവചിച്ച ഭാവാർത്ഥം നൽകിയ പുസ്തകമാണോ നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ ഭാഗത്തുള്ള ഡ്യൂട്ടിയാണ്. അല്ലാതെ സംസ്കൃത ടീച്ചർ അറബിയെ കുറിച്ച് എഴുതിയ പുസ്തകം വായിക്കരുത്. അറബി ടീച്ചർ സംസ്കൃതത്തിനെ കുറിച്ച് എഴുതിയ പുസ്തകം വായിക്കരുത്. ഹിന്ദി ടീച്ചർ ഇംഗ്ലീഷിനെ കുറിച്ച് എഴുതിയ പുസ്തകം വായിക്കരുത്. ബയോളജി ടീച്ചർ ബയോളജി ടീച്ചർ സാമൂഹ്യ പാഠത്തിനെ കുറിച്ച് എഴുതിയ പുസ്തകം വായിക്കരുത്. സാമൂഹ്യ പാഠം ടീച്ചർ സയൻസിനെ കുറിച്ച് എഴുതിയ പുസ്തകം വായിക്കരുത്. അതേപോലെ തന്നെ ഭൗതിക ലോകത്തിലെ പാണ്ഡിത്യം വെച്ചുള്ള PhD എടുത്ത ആൾ എഴുതിയ രാമായണം, മഹാഭാരത, ഭഗവത്ഗീത, ഭാരതം വായിക്കരുത്. അവിടെ വായിക്കേണ്ടത് ബ്രഹ്മ, മധ്വ, ഗൗഡീയ, വൈഷ്ണവ ഗുരു പരമ്പരയിലുള്ള ഒരു ആചാര്യൻ ഇന്റർപ്രറ്റ് ചെയ്ത പുസ്തകം വായിക്കാം. ശ്രീ സമ്പ്രദായത്തിലുള്ള ഒരു ആചാര്യൻ എഴുതിയ പുസ്തകം വായിക്കാം. രുദ്ര സമ്പ്രദായത്തിലെ ഒരു ആചാര്യൻ എഴുതിയ ഇതുപോലത്തെ പുസ്തകങ്ങൾ വായിക്കാം. പിന്നെന്താ, കുമാര സമ്പ്രദായത്തിലെ ഒരു ആചാര്യൻ എഴുതിയ പുസ്തകം വായിക്കാം. കാരണം എന്ത്? അതിൽ ഇടമുറിയാതെയുള്ള ഒരു വൈദ്യുതി കമ്പി ഉണ്ട്, കറണ്ട് ഉണ്ട്. റഷ്യയില് ഒരു കോടതി ഒരു കേസ് വന്നു. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, റഷ്യയിലെ ഒരു കേസ് എന്താണ്? അവിടുത്തെ സുപ്രീം കോടതിയിൽ ഒരു കേസ് വന്നിരിക്കുകയാണ്. ഇസ്കോണിന്റെ ഭഗവത്ഗീത നിരോധിക്കണം. ഇതാണ് കേസ്. നല്ല കേസ് അല്ലേ? കോടതി പറഞ്ഞു ഭഗവത്ഗീത നിരോധിച്ചേക്കാം, ഇസ്കോണിന്റെ മാത്രമായിട്ട് വേണ്ട. ഉടനെ അവിടുത്തെ
ക്രിസ്ത്യൻ മിഷണറിമാർ പറഞ്ഞു അത് വേണ്ട, മറ്റതൊക്കെ ഇരുന്നോണ്ട് പോട്ടെ, കുഴപ്പമില്ല, ഇത് മതി, ഇതിനെ മാത്രം നിരോധിച്ചാൽ. ഉടൻ ജഡ്ജി ചോദിച്ചു അതെന്താ ഭഗവത്ഗീതയെ തന്നെ മൊത്തം നിരോധിക്കാം? ഇല്ല 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 ഇല്ല, അത് വേണ്ട, ഇസ്കോണിന്റെ ഭഗവത്ഗീത മാത്രം നിരോധിച്ചാൽ. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും കാലം ഇല്ലാത്ത ഒരു പ്രശ്നം ഇവരുടെ ഭഗവത്ഗീത വായിച്ചതിന് ശേഷം ഞങ്ങളുടെ കുറെ ആൾക്കാര് ഇവിടെ നിന്ന് മാറി അങ്ങോട്ട് പൊക്കളാം. കാരണം എന്ത്? അത് വായിച്ചപ്പോ കറണ്ട് അടിച്ചു, ഒരു ഊർജം വന്നു അല്ലെ, അപ്പോ അവര് അങ്ങോട്ട് മാറിക്കണം. പക്ഷെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഭഗവത്ഗീത ഇത്രയും ഉപദ്രവം ഞങ്ങൾക്ക് ചെയ്തിട്ടില്ല. ഇവന്മാരുടെ ഈ ഒറ്റ ഭഗവത്ഗീതയാണ് ഞങ്ങൾക്ക് മൊത്തം ആൾക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? അപ്പോ ഇപ്പൊ ബംഗ്ലാദേശിൽ ഇഷ്യൂ നടക്കല്ലേ, ഇസ്കോൺ ഇതിലെയൊക്കെ കുറെ പ്രശ്നങ്ങളൊക്കെ എന്നതുപോലെ അന്ന് റഷ്യയിൽ ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടു, ഇനി നിരോധിച്ച് കളയോ ഇസ്കോണിന്റെ ഭഗവത്ഗീത? പക്ഷെ നിരോധിച്ചില്ല. കാരണം പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ നിയമം, ഭഗവത്ഗീത വേണമെങ്കിൽ നിരോധിക്കാം, അത് ഇസ്കോണിന്റെ മാത്രം എന്ന് പറയാൻ പറ്റും. സംഭവം എന്തെന്ന് വെച്ചാൽ അതിൽ ഗുരുശിക്ഷ പരമ്പരയുണ്ട്, ഗുരുവുണ്ട്, വ്യക്തമായ അതിലെ പർപ്പട്ടില് എന്ത് തന്നെ പറഞ്ഞാലും അതിന് ശാസ്ത്രം കൂട്ടിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണുള്ളത്. അപ്പൊ അതിനകത്ത് വായിക്കുന്ന ഒരു വ്യക്തിക്ക്, വായിക്കുന്ന വ്യക്തിക്ക് കറണ്ട് അടിച്ചു നല്ല ഒരു എനർജി വരിക തന്നെ ചെയ്യും. അവർ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും. ഏത് സാധാരണക്കാരന്റെയും ലൈഫിൽ വമ്പൻ വിപ്ലവകരമായ പരിവർത്തനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കോഴ്സ് എന്ന് പറയുന്നത്. കൃഷ്ണൻ ഉപദേശിച്ച ഭഗവത്ഗീത കേട്ട അർജുനൻ നല്ല ശക്തനായി മാറി. അതുപോലെ തന്നെ ഗുരുശിഷ്യ പരമ്പര വഴി ആരാണോ ഭഗവത്ഗീത കേൾക്കുന്നത് അവരുടെ ലൈഫില് ബിഫോർ ഭഗവത്ഗീത, ആഫ്റ്റർ ഭഗവത്ഗീത എന്നിങ്ങനെ ലൈഫ് തിരിയും. ലോകത്തിനെ നമ്മൾ തിരിക്കുന്നത് അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ AD എന്നും BC എന്നുമാണ്. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത് എന്നാണ് അതിന് പറയുന്നത് അല്ലെ, AD BCയുടെ അർത്ഥം. എന്നതുപോലെ നമ്മുടെ ലൈഫിലും ഒരു AD BC ഉണ്ടാവും. ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടം, ഭഗവത്ഗീത വായിച്ചതിന് ശേഷമുള്ള കാലഘട്ടം. അങ്ങനെയുള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ അല്ലെ, അല്ലെ, സത്യമല്ലേ? അതാണ് നമ്മുടെ സന്തോഷം. അത് ഈ ഗുരുശിഷ്യ പരമ്പര നമ്മളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ്, നമ്മുടെ ലൈഫിൽ വമ്പൻ വിപ്ലവം ഉണ്ടാകുന്നതാണ്. കാരണം നമ്മൾ ആര്, നമ്മൾ എവിടെ നിന്നും വന്നു, മനുഷ്യ ജീവിതത്തിന്റെ പരിപൂർണത എന്താണ്, നമ്മുടെ ശരിക്കും ഈ ഭൗതിക ലോകത്ത് നമ്മൾ ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ആരാണ് നമ്മുടെ യഥാർത്ഥ ശത്രു, ആരാണ് യഥാർത്ഥ നമ്മുടെ മിത്രം, ഈ ലോകത്തിന് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ശാന്തിസൂത്രം എന്താണ്, എല്ലാം നമ്മുടെ ചോദ്യത്തിന് ഉത്തരം ഫുൾ പാക്കേജ് ആയിട്ട് കയ്യിൽ തന്നിരിക്കുകയാണ്. മലയാള ഭാഷയിൽ നമുക്ക് മനസ്സിലാവുന്ന സിമ്പിൾ ഇംഗ്ലീഷ് മലയാളത്തിലൊക്കെ. അപ്പൊ ഇത് ഒരു സൗഭാഗ്യമാണ് എന്ന് നമ്മൾ അത് ദയവായി തിരിച്ചറിയും. ഈ ഭൗതിക ലോകത്തിൽ ഇപ്പോഴും സത്യം നശിച്ചിട്ടില്ല, ഉണ്ട്. അത്ഭുതം എന്ന് പറയട്ടെ, സത്യം നശിച്ചിട്ടില്ല എന്ന് പറയാൻ വേറൊരു ഒരു കഥയോടെ പറയാം. ഇപ്പൊ ഞാനൊരു അഡ്വക്കേറ്റാണ്, ഓക്കെ. കോടതിയിൽ വരുന്ന ഒട്ടുമുക്കാൽ കേസിലും ക്രിമിനൽസ് അവർ ചെയ്ത ക്രൈമിന് ചെവി അറിയാത്ത രീതിയിൽ അടച്ചിട്ടാണ് ആ ക്രൈം ചെയ്യുന്നത്, കേട്ടോ. മനസ്സിലായോ? നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏത് തരം ക്രൈമും ഇന്നും അത്ഭുതപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം, ഒരേ ഒരു തെളിവ് നശിപ്പിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല, ഈ മനുഷ്യനെ കൊണ്ട്. ഏത് ബുദ്ധിമാനായ മനുഷ്യനും ആ ഒരു തെളിവ് മാത്രം അയാൾക്ക് പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയും. അത് ആരുടെ കൈയാണത്? അത് ആരുടെ കൈയാണ്? അത് ഭഗവാന്റെ കൈയാണ്. അവിടെ എത്ര ബുദ്ധിമാനും ഒരു അബദ്ധം പറ്റും, ആ ഒരൊറ്റ തെളിവിലൂടെ അവൻ അകത്താകും. ഇതൊരു അത്ഭുതമല്ലേ, അല്ലേ? അതാണ്. അതുകൊണ്ട് അതിനർത്ഥം സത്യത്തിനെ കലിയുഗത്തിൽ മൂടാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും സത്യം ഈ കലിയുഗത്തിൽ മരിക്കും മുമ്പ് കണ്ടെത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് സത്യസന്ധനായ ഒരു ഗുരുവിനെ ഭഗവാൻ എത്തിക്കും, നമ്മുടെ ഫ്രണ്ടിൽ എത്തിക്കും. ഇല്ല, എനിക്ക് വഞ്ചിക്കപ്പെട്ടാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, എന്റെ ഗുരുമഹാരാജ് പറയും, കിസോളസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ് പറയും, എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, അതിന് പറ്റിയ ഒരാൾ നിന്റെ ഫ്രണ്ടിൽ ആരെത്തിക്കും? ഭഗവാൻ എത്തിക്കും. നമ്മുടെ കയ്യിലാണ് നമ്മൾ വഞ്ചിക്കപ്പെടണമോ, നമ്മൾ സത്യം കണ്ടെത്തണമോ എന്നുള്ള കാര്യം ആരുടെ കയ്യിലാണ്? നമ്മുടെ കയ്യിൽ. ഇതാ, ഞാൻ എന്റെ കയ്യിൽ ഒരു ചെറിയൊരു കിളി വെച്ചിട്ടുണ്ട്, കേട്ടോ. കിളി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കാണിക്കുകയാണ്. ഇത് ചത്ത കിളിയാണോ ചാവാത്ത കിളിയാണോ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങൾ പറയൂ, ആൻസർ പറയൂ. ഇത് ചത്ത കിളിയാണോ അതോ ഇത് ചാവാത്ത കിളിയാണോ? പറയൂ, പറ. ചാവാത്ത കിളി ഞാൻ പതുക്കെ തുറന്നു വിടും, അപ്പൊ അതങ്ങ് പറന്നു പോകും. ഇനി നിങ്ങൾ ചത്ത കിളി എന്ന് പറയും. ചത്ത കിളി അല്ല, ചാവാത്ത കിളി എന്നാണ് പറഞ്ഞല്ലേ. ചാവാത്ത കിളി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരൊറ്റ അമർത്തും, അപ്പത്തേക്ക് അത് ചത്തു. അപ്പൊ പറഞ്ഞാൽ ചത്ത കിളിയാണല്ലോ എന്ന് പറഞ്ഞു.
ഇനി ചാവാത്ത കിളിയാണെന്ന് ചത്ത കിളിയാണെന്ന് പറഞ്ഞു നോക്കിയേ, ഞാൻ പതുക്കെ അങ്ങ് തുറക്കും, അതങ്ങ് പറഞ്ഞു. സംഭവം എന്ന് വെച്ചാല് ചോദിക്കുന്ന ആളുടെ കയ്യിൽ തന്നെയാണ് ഉത്തരവ്. നമുക്ക് ഈ ലോകത്തിൽ വഞ്ചിക്കപ്പെടണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. വഞ്ചകന്മാരായ ഗുരുക്കന്മാരുടെ അടുത്ത് ആരെത്തിക്കും? നമ്മളെ ഭഗവാൻ എത്തിക്കും. നമ്മൾ നിന്ന് കൊടുത്താൽ മതി. വഞ്ചിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കറക്റ്റ് വഞ്ചിക്കപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളെ ഭഗവാൻ എത്തിച്ചോളും. ഇനി സത്യമാണ് ഈ ലോകത്തെ കണ്ടെത്തണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ശ്രീല പ്രഭുപാദറിനെ പോലുള്ള നല്ല സൂപ്പർ വൈഷ്ണവരുടെ കയ്യിലും ഭഗവാൻ നമ്മളെ എത്തിക്കും. നമ്മൾ തീരുമാനിക്കണം, നമുക്ക് ഈ ലോകത്ത് സത്യം കണ്ടെത്തണോ ചതിക്കപ്പെടണമെന്നില്ല. ഇഷ്ടം പോലെ സത്സംഗങ്ങൾ മുക്കിന് നടക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ പേര് സത്സംഗമാണ്. പക്ഷേ എവിടെയുണ്ട് ഗുരു, സാധു, ശാസ്ത്രം? ഈ മൂന്നിന്റെയും കൂടെ സപ്പോർട്ടോടുകൂടിയുള്ള സത്സംഗം എവിടെ നടക്കും? അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഒന്ന് നോക്കണം. അപ്പൊ അറിയാം ഇതിന്റെ മാറ്റ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇത്രയും നല്ലൊരു സ്ഥലത്താണ് ഭഗവാൻ നമ്മൾ എത്തിച്ചത്. മഹാഭാഗ്യമാണ്. ശരി, ശ്രീല പ്രഭുപാദന്റെ കാലഘട്ടത്തില് ഒരു കൊച്ചുകുട്ടി ലണ്ടനിലെ ഒരു ഫാമിലിയുടെ കയ്യിലാണ് അവിടുത്തെ ഇസ്കോൺ നടത്താൻ വേണ്ടി ശ്രീല പ്രഭുപാദർ ഏൽപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഏൽപ്പിച്ചിരുന്നപ്പോ അവർക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് വന്നിരുന്നു. അവരുടെ പേര്, അച്ഛൻ്റെ അമ്മയുടെ പേര് ഞാൻ പറഞ്ഞുപോയി. മകളുടെ പേര് സരസ്വതി എന്ന്. അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേരെന്താ അറിയാമോ ആർക്കെങ്കിലും? ഇല്ല, മാധവി അറിയാം. ശ്യാംസുന്ദർ പ്രഭുവിന്റെയും മാധവിയുടെ പേര് ഞാൻ പറഞ്ഞു. ശ്യാംസുന്ദർ പ്രഭുവിന്റെ മകളാണെന്ന് തോന്നുന്നു സരസ്വതി. അപ്പൊ സരസ്വതി എഴഞ്ഞ് നീങ്ങി ഒന്ന് ഏഴിച്ച് നടക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് അമ്മ അപ്പ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അതിന്റെ അടുത്ത സ്റ്റേജ് ചെറുതായിട്ടൊന്ന് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാരെല്ലാം ഈ സരസ്വതി തട്ടിയിട്ട് പറയും, യു നോ ഹൂ ഈസ് കൃഷ്ണ എന്ന് ചോദിക്കും. എന്നിട്ട് അവര് പറയില്ല, സായിപ്പുമാർക്ക് ഇല്ല, നോ എന്ന് പറയും. ഉടനെ പറയും, കൃഷ്ണ ഈ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹാഡ് എന്ന് പറയും. എന്നിട്ട് സരസ്വതി അടുത്ത ആളിനെ പോയി തട്ടും. എന്നിട്ട് പറയും, യു നോ ഹൂ ഈസ് കൃഷ്ണ. ഉടനെ അവർ പറയും നോ എന്ന് പറയും. ഉടനെ സരസ്വതി പറയും, കൃഷ്ണ ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹാഡ് എന്ന് പറയും. ഇത് ആര് കണ്ടു? ശ്രീല പ്രഭുപാദർ കണ്ടു. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പ്രീച്ച് ചെയ്യാം. എന്നിട്ട് പറയും, സരസ്വതിക്ക് പ്രീച്ച് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രീച്ച് ചെയ്തോളാം. സരസ്വതി കറക്റ്റ് പറയല്ലേ ചെയ്യണേ. സരസ്വതി എന്താ ചെയ്തത്? ഗുരുശിഷ്യ പരമ്പര എന്തു പറഞ്ഞോ അത് മാത്രമേ സരസ്വതി പറഞ്ഞോളൂ, അല്ലേ? അതുകൊണ്ട് സരസ്വതിയെ കണ്ട് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ടതാണ് എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ഭഗവാന്റെ കൃപ കൊണ്ട് കുംഭമേളയ്ക്ക് പോയി. എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം, ഞാൻ പോയി പോകാൻ പോകുന്നു, അല്ലെ? അതെ. അപ്പൊ കുംഭമേളയ്ക്ക് പോയപ്പോ ഇസ്കോണിന്റെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. കാരണം എന്ത്? 1,00,000 ആൾക്കാർക്ക് ഡെയിലി നമ്മൾ പ്രസാദം കുംഭമേളയ്ക്ക് വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. ഏകദേശം മൊത്തത്തില് 45 ദിവസം കൊണ്ട് 45 കോടി ആൾക്കാരാണ് കുംഭമേളയിൽ എത്തുന്നത്. അപ്പൊ 1,00,000 ആൾക്കാർക്ക് എല്ലാ ദിവസവും പ്രസാദം കൊടുക്കുന്ന സർവീസ് കൃഷ്ണകൃപയാൽ ഇസ്കോൺ എന്നുള്ള മഹത് പ്രസ്ഥാനം ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ അവിടെ ഒരു വണ്ടി പോകുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നു എന്താണ്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ഈസ് എ പേഴ്സൺ. എല്ലാത്തിലും എഴുതിയിരിക്കുന്നു. പരമദിവ്യത്വം പുരുഷൻ ഭഗവാൻ ഒരു വ്യക്തിയാണ്, അല്ലാതെ എന്തല്ല, വെളിച്ചമല്ല, ബ്രഹ്മമല്ല. അതാരാണ്? ഒരു വ്യക്തി തന്നെയാണ്. അത് കൃഷ്ണനാണ് എന്നുള്ളതിന്റെ ഒരു ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ടോപ്പിക്ക് വണ്ടിയിൽ എഴുതി. ആ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. മനസ്സിലാക്കണം. ആൾക്കാരെ ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ശാസ്ത്രത്തിന്റെ ബേസിൽ. ഈശ്വര പരമകൃഷ്ണ സച്ചിത് ആനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവ കാരണം ആരെന്ന് ചോദിച്ചാൽ ഇദ്ദേഹമാണ്, ഈശ്വര പരമകൃഷ്ണ. ഈ ഒരു ശ്ലോകമാണ് ഇസ്കോൺ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അല്ല കയ്യിൽ നിന്നെടുത്ത് ഒരു പുതിയ ഫിലോസഫി ഉണ്ടാക്കിയതല്ല. എന്നാൽ ഇന്നത്തെ ശ്ലോകത്തിൽ അർഹത് സ്വന്തം ഇഷ്ടത്തിലുള്ള ഒരു ഫിലോസഫി തയ്യാറാക്കി എന്നാണ് പറയുന്നത്. അത് എന്ത് ത്യജിച്ചിട്ടാണ്? ആൾറെഡി വൈദിക സംസ്കാരത്തിന്റെ തത്വങ്ങൾ ത്യജിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതിന്റെ ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യം ഞാനാണ് അധിപതി എന്ന് കാണിക്കാനുള്ള ഭൗതികമായ പദവിയാണ്. അതോട് അതിനെ സപ്പോർട്ടിന് എന്താ അവര് എടുക്കുന്നത്? ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ്? അറിവില്ലാത്ത ആൾക്കാര് ചൂഷണം ചെയ്യുന്നു എന്ന് തന്നെ ആ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്താണ്? ഭൗതികമായ രീതിയിൽ ഞാൻ വലിയവനാണെന്ന് കാണിക്കാനുള്ള ഒരൊറ്റ ചിന്ത കൊണ്ട് ആൾക്കാർ മനുഷ്യജന്മം കിട്ടുന്നതേ മഹാഭാഗ്യം. അങ്ങനെ മനുഷ്യജന്മത്തിലെ കോടിക്കണക്കിന് ജന്മങ്ങൾ ജന്മമരണ ചക്രത്തിൽ നിന്ന് താണ്ടി വന്ന ആൾക്കാരെ വഴിമാറ്റി വിടുന്ന മോശം പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. ഇത് മോശപ്പെട്ട പ്രവൃത്തിയാണ്.
അപ്പൊ അങ്ങനെ ശരിയായ ജ്ഞാനത്തിന് ആൾക്കാരെ വഴിതെറ്റിച്ച് വിടുന്നവർക്ക് നെക്സ്റ്റ് ബർത്ത് എങ്ങനെ ആയിരിക്കും പറയൂ? എങ്ങനെയായിരിക്കും? പെരുമ്പാമ്പായി ജനിക്കുന്ന ഒരു ഭക്തന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ കേട്ടു. പെരുമ്പാമ്പായി ജനിക്കും. എന്താ ജനിക്കും? അയ്യോ, പെരുമ്പാമ്പ് ആവണോ നമുക്ക്? അപ്പൊ ആൾക്കാരെ ശരിയായ രീതിയിൽ നമ്മൾ അറിവ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഞാന് കുംഭമേളയ്ക്ക് പോയപ്പോ ഇന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞ കുറെ ടീമുകളെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് പറയാനാണ് കുംഭമേള പറഞ്ഞത്. എന്താണ്? അവധൂത സ്റ്റേജിലുള്ള ഋഷഭദേവനെ ഫോളോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആര് ചെയ്തത്? ഈ പറഞ്ഞ അർഹത്ത് രാജാവ് ചെയ്തത്. അത് സത്യയുഗത്തിൽ കലിയുഗത്തിന്റെ തുടക്കത്തിൽ മാത്രമല്ല ഇപ്പോഴും ഉണ്ട്. ഞാൻ നോക്കിയപ്പോ കുറെ അഘോരികൾ ഒരു ഡ്രസ്സും ഇല്ലാതെ ഭസ്മമൊക്കെ പൂശി ഇങ്ങനെ നടക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോ അത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് നമ്മൾ കാണണമെന്നുണ്ടായിരുന്നു, പോയി കണ്ടു. ഓക്കെ, അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാര് അതേപോലെ ഭസ്മം പൂശി വരുന്നവരെല്ലായിടത്തും പൈസയും ചോദിക്കും. മനസ്സിലായോ? ഒരു പക്ഷെ യഥാർത്ഥത്തിലുള്ള ആ ഒരു രീതിയിൽ അഹോരികള് ചിലപ്പോ ഇപ്പോഴും ഉണ്ടാവാമായിരിക്കാം. എന്നാൽ ഒരിക്കലും അവരെന്ത് ചോദിക്കില്ല? പൈസ ചോദിക്കും. മനസ്സിലായോ? അവർക്ക് എന്തിനാ പൈസ? അവര് അല്ലെ എല്ലാവരും രജിസ്റ്റവരല്ലേ, അവർക്ക് എന്തിനാ പൈസ? അതിലൊരാൾ എന്റെ അടുത്ത് വന്നിട്ട് പൈസ ചോദിച്ചു, ഞാൻ ശപിച്ചു കളയോ, ഞാൻ ഉടനെ പൈസ എടുത്ത് കൊടുത്തു. കാരണം എന്താ, ശാപം കൊടുക്കും. കുപ്പമാളയ്ക്ക് പോയി ശാപം മേടിച്ചിട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്തിനാ വരട്ടെ എന്ന് പറഞ്ഞ് പൈസ എടുത്ത് പേടിച്ചു. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് എന്തിനാ പൈസ? ഇവരെല്ലാം ആരുടെ റെപ്രസെന്റേറ്റീവ് ആണ്? അർഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്. ശരിയല്ലേ? അപ്പോ ശരിയായ രീതിയിൽ നിന്നും വഴി തെറ്റിക്കുകയും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിപാടി അന്നും ഇന്നും എന്നും ഉണ്ടായിരിക്കുന്നു. പക്ഷെ നമ്മൾ തീരുമാനിക്കണം, ആ കാട്ടിൽ പോണമോ ആ പാമ്പ് നമ്മളെ കടിക്കണമോ എന്ന്. ഇല്ലേ? നമുക്കിതെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട്. ശരിയായ ഗുരുശിഷ്യ പരമ്പരയിൽ നമ്മൾ വരുന്നുണ്ട്. ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പരയിലാണ് ഇസ്കോണിന്റെ ആ പരമ്പര വരുന്നത്. അപ്പൊ ഇസ്കോണിന്റെ പരമ്പരയിൽ ആരൊക്കെ വരുന്നു? ബ്രഹ്മദേവൻ, നാരദ മഹർഷി, വ്യാസദേവൻ, കേൾക്കുന്നുണ്ടോ? മധ്വാചാര്യ, അതിനുശേഷം ഗൗഡിയൻ ചൈതന്യ മഹാപ്രഭു, പിന്നെ ശ്രീല പ്രഭുപാദർ അടങ്ങുന്ന നമ്മുടെ ഈ പരമ്പര. എന്ത് മഹാഭാഗ്യമാണ്! ആര് തന്ന സൗഭാഗ്യമാണ് നമുക്കറിയില്ല. ഇതൊരു അജ്ഞാത സുഹൃതിയാണ്. നമ്മൾ ചെയ്ത പുണ്യം കൊണ്ട് വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃഷ്ണന്റെ അടുത്ത് എത്താൻ ജ്ഞാനമാണോ വേണ്ടത്? പുണ്യമാണോ വേണ്ടത്? എന്താണ് വേണ്ടത്? കൃഷ്ണന്റെ അടുത്ത് എത്താൻ, കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാൻ എന്താണ് വേണ്ടത്? പറയൂ, എന്താണ് വേണ്ടത്? ഭക്തി കിട്ടാൻ എന്താണ് വേണ്ടത്? ഭക്തി കിട്ടാൻ എന്താണ് വേണ്ടത്? കൃഷ്ണ പ്രേമം കിട്ടാൻ എന്താണ് വേണ്ടത്? നമ്മുടെ കഴിവാണോ? എന്നാൽ സത്യം പറയട്ടെ, വൈഷ്ണവന്റെ കാരുണ്യം, അതുകൊണ്ട് മാത്രമേ നമുക്ക് ഗോലോകത്ത് പോകാൻ പറ്റൂ, കൃഷ്ണന്റെ കാരുണ്യം കിട്ടും. അല്ല നമ്മുടെ കഴിവ് കൊണ്ട് ഒന്നുമില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സേവനം ചെയ്യുന്നത്. അല്ലെ? ഒരു വൈഷ്ണവനെ സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മളോടൊരു പ്രീതി ഉണ്ടാകും. ഈ പ്രീതി കൊണ്ട് മാത്രമേ നമുക്ക് അടുത്ത ലെവലിൽ കയറാൻ പറ്റൂ. ഇതാണ് ശ്രീല പ്രഭുപാദർ മൊത്തം പുസ്തകത്തിലും ഭക്തി എന്നുള്ള സ്ഥലത്തൊക്കെ എന്ത് എഴുതിയിട്ടുണ്ട്? ഭക്തിയുക്ത സേവനം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് നേരിട്ട് കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ, നേരിട്ട് കൃഷ്ണനെ സേവ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ കൃഷ്ണന്റെ സേവനം ചെയ്യുന്ന ഭക്തന്മാരുടെ ദാസനായി നമ്മൾ അദ്ദേഹത്തിനെ സേവിച്ച് അദ്ദേഹത്തിന്റെ പ്രീതി പറ്റി നമ്മൾ കൃഷ്ണന്റെ പ്രീതിയും കൂടെ പറ്റാൻ ശ്രമിക്കാനായി പലപ്പോഴും. അല്ലാതെ സ്വന്തം ബുദ്ധിയോ കഴിവോ ഭക്തിയോ അറിവോ കൊണ്ടൊന്നും കൃഷ്ണനെ പ്രീതിപ്പെടുത്താൻ കഴിയില്ല. കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൈഷ്ണവ സേവ ചെയ്യുന്നത്. വൈഷ്ണവ സേവ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഇത് ആര് കാണുന്നുണ്ട്? കൃഷ്ണൻ കാണുന്നുണ്ട്, കൃഷ്ണൻ പ്രീതിപ്പെടും. അങ്ങനെ മാത്രമേ നമുക്ക് ഭഗവാൻ എടുത്താൽ പറ്റൂ. അല്ല ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ബുദ്ധി ഒന്നും കൊണ്ട് കൃഷ്ണനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് പരസ്പരം നമ്മൾ ഭക്തന്മാരെ സേവിക്കണം എന്ന് പറയുന്നത്. അപ്പോ ഋഷഭദേവന്റെ പിന്തുടർച്ചക്കാരൻ എന്ന് അവകാശപ്പെടുന്ന അർഹത് മഹാരാജാവ് ഋഷഭദേവന്റെ സാരം ഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. പകരം അദ്ദേഹത്തിന്റെ ഭാരവാഹി ആവാൻ അദ്ദേഹം ശ്രമിച്ചു. നമ്മളൊന്ന് ആലോചിക്കാം, ഇസ്കോണിൽ നമ്മൾ വന്നു. ഇസ്കോണിൽ വന്നിട്ട് നമ്മൾ ശ്രീല പ്രഭുപാദർ തന്ന സാരം ഗ്രഹിച്ച് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അതോ നമുക്ക് ഏതെങ്കിലും പദവി വേണമെന്ന് ആഗ്രഹിച്ച് ഭാരവാഹി ആകാനാണോ നമ്മൾ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. സാരം ഗ്രഹിക്കുന്ന ആൾക്കാർ സ്വന്തമായിട്ട് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാലയെടുത്ത് വളരെ സന്തോഷമായിട്ട് ജപിക്കും. എന്ത് മന്ത്രം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ രാമ ഹരേ ഹരേ. അതേപോലെ ഏകാദശി വരുമ്പോൾ ഏകാദശി വ്രതം എടുക്കും. വീട്ടിൽ എന്ത് ആഹാരം വച്ചാലും ഭഗവാന് നിവേദിച്ചിട്ട് സ്വയമേ കഴിക്കും. അല്ലേ? ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് അവരവരുടെ പേഴ്സണൽ ലൈഫ് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ? അതിന് ഒരു ഭാരവാഹി ആവേണ്ടതുണ്ടോ? ഇല്ല. എന്നാല് സാരഗ്രാഹ്യ ഭാരവാഹി വ്യക്തി എന്ത് ചെയ്യും? ആ പ്രഭു ശരിയല്ല, ഈ പ്രഭു ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയും. അത് നമ്മുടെ ജോലിയാണോ? നമ്മുടെ ജോലി. നമ്മൾ സാരം ഗ്രഹിക്കുക, പേഴ്സണൽ ലൈഫിൽ ഹാപ്പി ആയിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്ത് സന്തോഷമായിട്ടിരിക്കുക. ഇതിനെ ഓർമ്മപ്പെടുത്താനാണ് ഇന്നത്തെ ശ്ലോകത്തിൽ സുഖദേവ് ഗോസ്വാമി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആ ഋഷഭദേവൻ ഋഷഭദേവന്റെ സാരമല്ല ഗ്രഹിച്ചത്, ഭാരവാഹി ആവാനാണ് ശ്രമിച്ചത്. ആ പദവി നിലനിർത്താൻ ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അത് പറയുന്നത് എന്താണ്? അങ്ങനെ റോൾ മോഡൽ ആവരുത് എന്ന് കാണിക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രീമദ് ഭാഗവതം മുഴുവനും നമ്മൾ നോക്കുമ്പോൾ കുറെ കഥാപാത്രങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. കുറെ കഥാപാത്രങ്ങൾ നമ്മൾ അനുകരിക്കാനും ഉണ്ട്, കുറെ പേരെ അനുസരിക്കാനും ഉണ്ട്. സാധാരണ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് അനുസരിക്കണം എന്നുള്ളവരെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കും. സാധാരണ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ അനുകരിക്കണം എന്നുള്ളവരെ അനുസരിക്കാൻ ശ്രമിക്കും. ഇത് നമുക്കൊരു കോൺട്രാഡിക്ഷൻ വരും. ഉദാഹരണത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത ഒരുപാട് ലീലകളിൽ ചിലത് നമുക്ക് അനുസരിക്കാനുള്ളതും ചിലത് നമുക്ക് അനുകരിക്കാനുള്ളതും. നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ 16,108 ഭാര്യ എന്നുള്ളത് അനുകരിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്ന ഭഗവത്ഗീത അനുസരിക്കാൻ നമ്മൾ തയ്യാറല്ല. ശരിയല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെരുവരലില്, ഈ ഇടത് കൈയിലുള്ള ചെരുവരലില് ഗോവർദ്ധനഗിരി പർവ്വതം ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് അതൊന്നും പറ്റൂല, അതൊന്നും നമ്മൾ അനുകരിക്കില്ല. ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. നമുക്ക് അനുകരിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രനെ അനുകരിച്ചോളൂ. ശ്രീരാമചന്ദ്രൻ അനുകരിക്കാനുള്ള ഭഗവാൻ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കാണിക്കാൻ വേണ്ടി മര്യാദ പുരുഷോത്തമനായി ഭഗവാൻ അവതരിച്ചു. അതിലൂടെ നമ്മളോട് തരുന്ന മെസ്സേജ് നിങ്ങൾ എന്നെ അനുകരിച്ചോളൂ എന്നാണ്. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്നെ അനുസരിക്കൂ എന്നാണ്. അതുകൊണ്ടാണ് ഉപദേശം തന്നത്. ഉപദേശം അനുസരിക്കാനുള്ളതാണ് ഭഗവത്ഗീത ഉപദേശം. അപ്പൊ ഇത് നമുക്ക് പലപ്പോഴും മാറിപ്പോകും. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പന സ്വന്തം ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് എന്ത് അനുകരിക്കണമെന്നും എന്ത് അനുസരിക്കണമെന്നും വ്യക്തമായി പറഞ്ഞു തരാൻ ആര് വേണം? ഒരു ഗുരു വേണം. അതിനാണ് ഈ ഗുരുശിഷ്യ പരമ്പരയിലുള്ള യോഗ്യനായ ഗുരുവിന്റെ അണ്ടറിൽ ഭക്തി പ്രാക്ടീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അനുകരിക്കേണ്ടത് അനുസരിക്കും, അനുസരിക്കേണ്ടത് അനുകരിക്കും. ഇപ്പൊ ഞാൻ കുംഭമേളയ്ക്ക് പോയപ്പോൾ ഒരുപാട് ആൾക്കാര് ശിവഭഗവാന്റെ വേഷമിട്ട് നടക്കുന്നു. പക്ഷെ ശിവഭഗവാന്റെ വേഷമെടുത്ത ഇവർക്ക് ഒരു ബുദ്ധിയുണ്ട്, എന്നറിയാമോ? കാളകൂട വിഷമൊന്നും കുടിക്കൂല, കുടിച്ചാൽ ചത്തുപോകുന്ന അറിയാം. അതുകൊണ്ട് അത് ഒഴിച്ച് ബാക്കിയൊക്കെ ശിവഭഗവാൻ അനുസരിച്ചാൽ. മനസ്സിലായോ? അപ്പൊ എല്ലാവർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്, എന്തനുസരിക്കണം എന്ത് അനുകരിക്കണം എന്നുള്ള ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട്. ശിവഭഗവാൻ എന്ത് ചെയ്ത്? കാളകൂട വിഷം കുടിച്ചില്ലേ? അത് ഈ ടീമുകൾ കുടിക്കോ? കുടിക്കൂല. അപ്പൊ പേടിയൊക്കെ ഉണ്ട്. അത് ചത്തുപോകുന്നൊക്കെ അറിയാം. ശിവഭഗവാൻ ഞാനും ശിവനാണെന്നൊക്കെ അവര് പറയുന്നു. എന്നാൽ കാളകൂട വിഷം കുടിക്കാൻ തയ്യാറല്ല. മനസ്സിലായോ? അപ്പോ ബുദ്ധിയൊക്കെ ഉണ്ട്. ഏത് അനുസരിക്കണം ഏത് അനുകരിക്കാൻ പാടില്ലെന്ന് അറിയാം. ഞാൻ പറയുന്നത്, സ്വയമേ വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിച്ചു കളയും. സ്വയം ഈ വളരെ കുറച്ച് സമയം മനുഷ്യരിൽ നമ്മൾ ഉണ്ടാവുള്ളൂ. ഏറിയാൽ 100 വർഷം. അതിൽ നമുക്ക് ബോധം വന്നപ്പോൾ തന്നെ 30 വയസ്സ് കഴിഞ്ഞു, 40 വയസ്സായി. ഇനി വളരെ കുറച്ച് കാലമേ ഉള്ളൂ. എല്ലാം കൂടി ഒരു 15-20 വർഷത്തെ ഭൂമിയിലുള്ള ദിനമേ ഉള്ളൂ നമുക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാം. 365 × 10 എത്രയായി? 365 ദിവസം × 10 വർഷം എത്രയായി? 3650 ദിവസം. 3650 ദിവസം മാത്രമേ നമ്മൾ സൂര്യോദയം കാണുള്ളൂ 10 വർഷം കൂടി ജീവിച്ചിരുന്നാൽ, അല്ലേ? ഇനി 15 വർഷം കൂടെ ഇട്ട് നോക്കാം. 365 × 15 വീണ്ടും ഒരു 1500 ദിവസം കൂടെ കിട്ടും. എന്ന് വെച്ചാൽ ഏകദേശം 5000 ദിവസം മാത്രമേ നമ്മൾ ഈ ഭൂമുഖത്ത് ഈ ശരീരത്തിലുള്ളൂ. 15 വർഷം കൂടി ജീവിച്ചാൽ, ശരിയല്ലേ? അപ്പൊ നമ്മൾ മംഗളാരതി അറ്റൻഡ് ചെയ്താൽ എത്ര മംഗളാരതി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ? 5000 മംഗളാരതി എത്ര സമയം നമുക്കുള്ളൂ? 16 മാല ജപിച്ചാൽ ഡെയിലി 16 × 5000 മാല നമുക്ക് ജപിക്കാനുള്ള സമയമുള്ളൂ, ഇല്ലേ? അങ്ങനെ നമ്മളൊരു കണക്കെടുത്താൽ നമ്മൾ വെപ്രാളം വരും. അധികം സമയമൊന്നും ഇല്ല. എന്റെ ഒരു കൂട്ടുകാരൻ 65 വയസ്സായി, വീട് വയ്ക്കാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വയസ്സായി? 65 വയസ്സിൽ വീട് വയ്ക്കാൻ ഓടുകയാണ്. ചോദിക്കട്ടെ, ആ വീട്ടിൽ അദ്ദേഹം എത്ര ദിവസം താമസിക്കും?
65 വയസ്സായ ആള് വീട് വെച്ചിട്ട് ഇനി എത്ര കാലം താമസിക്കും? ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല. ശരിയല്ലേ? ഭഗവത്ഗീത ശ്രീമദ് ഭാഗവത്തില് സമയമായോ? ശ്രീമദ് ഭാഗവത്തില് ഒരു ഒരു രാജാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് സാ വെച്ച് തുടങ്ങുന്ന പേരാണ്, മറന്നുപോയി. ആ രാജാവ് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ റാണിമാരെല്ലാം കൂടെ നെഞ്ചിലിടിച്ച് കരയും, അയ്യോ പോയേ പോയേ പോയേ, എനിക്കിനി ആരുമില്ലേ എന്ന് എല്ലാവരുടെ മുഖത്ത് നോക്കി പറയും. എന്നുവെച്ചാൽ ഈ പോയാൾ പോട്ടെ, കുഴപ്പമില്ല, എനിക്കാരും ഇല്ല, അതാണ് പ്രശ്നം. അതല്ലേ യഥാർത്ഥ എല്ലാവർക്കും പ്രശ്നം അല്ലെ? എനിക്കാരും ഇല്ല, പോയാൾ പോട്ടെ കുഴപ്പമില്ല, എനിക്കിനി ആരുമില്ല, അതിലാണ് വിഷമം. അപ്പൊ ഇങ്ങനെ നെഞ്ചിലടിച്ച് റാണിമാരെല്ലാം കരയുകയാണ്. അപ്പൊ ഇത് കണ്ടോണ്ടിരുന്നപ്പോ യമരാജന് ഒരു വിഷമം തോന്നി, ഇവരെന്തിന് ഇങ്ങനെ കരയുന്നു, ആൾക്കാർ മരിക്കണ്ടേ പിന്നെ, ഇത്രയും വിഷമിച്ച് കരയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് യമരാജൻ ഒരു ബാലകന്റെ രൂപത്തിൽ വന്നിട്ട്, ഈ ബാലകന്റെ രൂപത്തിൽ, ബ്രാഹ്മണ ബാലന്റെ രൂപത്തില് ഈ കരയുന്ന ദേവിമാർക്കിടയിൽ പോയി കേട്ടോ. അപ്പൊ എല്ലാരും നെഞ്ചിടിച്ച് കരയാണ്, പോയേ എന്റെ ഭർത്താവ് പോയെന്ന് പറഞ്ഞ് കരയുക. അപ്പൊ ഈ ബാലകൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവിടെ അവര് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാമായ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് കരയുക. ശരി, അപ്പൊ നിങ്ങൾ കരയുന്നു, കരഞ്ഞാൽ ഭർത്താവ് തിരിച്ചു വരുമോ? വരില്ല. ശരി, അപ്പൊ അദ്ദേഹം മരിച്ചു, നിങ്ങൾ എന്താ മരിക്കാതെ ഇവിടെ ഇരിക്കാനാണോ ഉദ്ദേശം? മനസ്സിലായോ? നിങ്ങളും മരിക്കാതിരിക്കാനാണ് പോണത്? ഇങ്ങനെ കരഞ്ഞിട്ട് നിങ്ങൾ മരിക്കാതിരിക്കാനാണ് പോണത്? ഇല്ല. അപ്പൊ നിങ്ങൾ മരിക്കും മുമ്പ് ചെയ്യേണ്ട ജോലികൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഏതിനെ ഫോക്കസ് ചെയ്യൂ? ഇനി ചെയ്യേണ്ട ജോലികൾ ഫോക്കസ് ചെയ്യൂ. എന്താണ് ഉദ്ദേശിച്ചത്? നമ്മള് മരിക്കും മുമ്പ് ഭാഗവതം വായിച്ചു തീർക്കണ്ടേ? ഭഗവത്ഗീത വായിച്ചു തീർക്കണ്ടേ? ഡെയിലി ഇത്ര മാല വെച്ച് ഇത്രയും റൗണ്ട്സ് ജപിച്ച് തീർക്കണ്ടേ? ചൈതന്യ ചരണാമൃതം ബാലികേറാമായി ഇരിക്കില്ലേ, അത് വായിച്ചു തീർക്കണ്ടേ? നമ്മുടെ പ്രിയപ്പെട്ട ഭാനു മഹാരാജ് അല്ലെ, പൂർവ്വ ആചാര്യന്മാരുടെ സകല പുസ്തകവും സിംപിൾ ഇംഗ്ലീഷിലാക്കി തന്നിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു തീർക്കണ്ടേ? എവിടെ ഉണ്ട് സമയം? ഇതെല്ലാം പെൻഡിങ് വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന, അപ്പൊ നിങ്ങൾ ജീവിക്കാനോ പോകും? നിങ്ങൾ മരിക്കാൻ തന്നെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ അപ്പൂപ്പ മരിച്ചത് ഒരു സമയത്ത്, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ? അന്നത്തെ ആ മരണാന്തര ചടങ്ങിൽ പങ്കുകൊണ്ട എത്ര പേര് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്? അയ്യോ അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചു. അന്ന് മരണാനന്തര ചടങ്ങില് ഇതെടുത്ത് പോയെന്ന് കോച്ച് വിട്ട് പലരും മരിച്ചുപോയി. അവരെ മരണാനന്തര ചടങ്ങ് കഴിഞ്ഞ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അന്ന് അതിന് കോച്ച് വിട്ടവരെ ഇപ്പൊ കാണാനില്ല. ഓരോ 3-4 വർഷം കഴിയുമ്പോ ഈ ടീമിൽ നിന്ന് കുറെ പേര് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ഇനി അടുത്ത കുറെ ദിവസം കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പദം ആരലങ്കരിക്കും? നമ്മൾ അലങ്കരിക്കും. എല്ലാവരുടെ അട്രാക്ഷനായി എല്ലാ പോസ്റ്ററിലും നമ്മുടെ ഫോട്ടോയും പൂവും കൂടെ വെച്ചിരിക്കും അല്ലേ? സംഭവിക്കാൻ തന്നെയാണ് പോകുന്നത്. പക്ഷെ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുവോ? ഇതാണ് ചോദ്യം. എനിക്ക് ഭാഗവതം വായിക്കാൻ ഏറ്റവും ഇൻസ്പിറേഷൻ ആയെന്ന് പറയും. എനിക്ക് ഭാഗവതം വായിക്കാൻ ഏറ്റവും ഇൻസ്പിറേഷൻ, ഞങ്ങളുടെ വീട്ടിനടുത്ത് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഒരു നോട്ടീസ് ബോർഡ് ഉണ്ട് കേട്ടോ. ബൈക്ക് ഓടിക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു ഓടിച്ചാൽ അവിടെ ആകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അതിൽ നോക്കും. എന്തെന്നറിയാമോ? അതിൽ കുറെ ആൾക്കാരുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കും, അതിന്റെ താഴെ നല്ല പൂവ് വെച്ചിരിക്കും, ആദരാഞ്ജലികൾ. അത് കാണുമ്പോൾ നെഞ്ചിനൊരു പെയിനാണ്. പലരെയും എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്, അവരെല്ലാം പോയി. ഇനി ഇതുപോലൊരു ഫോട്ടോ, നമ്മുടെ ഫോട്ടോയും പൂവും എപ്പോഴും വരാം. അതിനു മുമ്പ് വായിച്ചു തീർക്കാൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അത് കാണുമ്പോൾ അറിയാതെ ടെൻഷൻ വന്ന് വീട്ടിൽ പോയി ഉടനെ ഭാഗം എടുത്ത് കുറെ വായനയാണ്. പലരും മരിച്ചുപോയി. എന്റെ 10ാം ക്ലാസ്സിൽ എന്റെ റൈറ്റ് സൈഡിൽ ഇരുന്ന ആൾ മരിച്ചുപോയി. അതിനെക്കുറിച്ച് വിഷമം പറഞ്ഞുകൊണ്ടിരുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആൾ മരിച്ചുപോയി. അത് കാണുമ്പോൾ പേടിയാവുന്നു. എപ്പോ വേണം മരിക്കാം അല്ലേ? ഇപ്പോഴത്തെ മരണം അത്ഭുതമാണ് കേട്ടോ. അറ്റാക്ക് പറയും, പിറ്റേ ദിവസം ആളില്ല, പടമേ ഉള്ളൂ, പൂവും. ബാക്കി ഏത് അസുഖവും 2 ദിവസം കൂടെ കിടന്നിട്ടേ മരിക്കുള്ളൂ. അറ്റാക്ക് എന്നുള്ള ഒരു ചെല്ലപ്പേര് വിളിക്കുന്ന ഈ സാധനം വന്ന 3 മണിക്കൂറിനകത്ത് ആള് തീർന്നു. പിറ്റേ ദിവസത്തെ സൂര്യോദയം കാണാൻ പറ്റൂല. അറ്റാക്ക്, ഒരു ഹോസ്പിറ്റലിലും കിടക്കണം, അപ്പൊ തന്നെ ആള് മരിക്കുകയാണ്. പലരും അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അതിന് എന്താണ് കാരണം ഡോക്ടർമാർക്ക് പോലും അറിയില്ല. ശരിയല്ലേ? ഡോക്ടർമാർ അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അപ്പൊ ഏത് സെക്കൻഡും ഭഗവാൻ നമ്മളെ ഈ ഫീസ് ഊരിയ നമ്മളെ തീർന്നു, പരിപാടി കഴിഞ്ഞു. ഈ ചെറിയ കാലഘട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ഭാഗവതം വായിച്ചുവോ?
ഈ ചെറിയ കാലഘട്ടത്തിന്റെ ഇടയിൽ പ്രഭുപാദിന്റെ മൊത്തം പുസ്തകങ്ങളും വായിച്ചുവോ? ഈ ചെറിയ കാലഘട്ടത്തിന്റെ ഇടയിൽ ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിച്ചിട്ടാണോ നിൽക്കുന്നത്? ഇല്ല എങ്കിൽ ഇന്ന് ഇതൊക്കെ ഒന്ന് പറഞ്ഞു. കാരണം നമുക്ക് സമയമില്ല. നമ്മൾ വിചാരിച്ചിരുന്നത് ഒരുപാട് സമയം ഇല്ല, സമയമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ് ആവണം. മുറ്റത്തെ മുല്ലേക്ക് മണമില്ല. ശ്രീലപ്രഭാതർ എന്ന മനോഹരമായ പുസ്തകങ്ങൾ ലോകത്തിലെ നമ്പർ 1 സാധനം. കോടിക്കണക്കിന് ജന്മം കൊണ്ട് മാത്രം ഈ അണ്ടർസ്റ്റാൻഡിംഗിൽ എത്താൻ പറ്റൂ. ബഹുനാം ജന്മനാം അന്ത്യേ ജ്ഞാനവാൻ മാം പ്രപത്യതേ വാസുദേവ സർവമിതി സാ മഹാത്മാ സുദുർലഭ. ഒരുപാട് ജന്മമരണങ്ങൾക്ക് അവസാനം ജ്ഞാനവാനായ വ്യക്തി ഭഗവാൻ ശ്രീകൃഷ്ണ ശരണം പ്രാപിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്തിൽ വളരെ വിരളമാണ്. അവരെ ഭഗവാൻ കൃഷ്ണൻ വിളിക്കുന്നത് മഹാത്മാക്കളെന്ന്. അറിഞ്ഞോ അറിയാതെയും നമ്മളെല്ലാം ഹരകൃഷ്ണ മാത്രം ജപിക്കുന്നവരാണ്. എന്നുവെച്ചാൽ പൂർവ്വജന്മത്തിൽ നമ്മൾ ഈ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അല്ലെങ്കിൽ നാമം ജപിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇന്നിവിടെ വന്ന ഏറ്റവും ശുദ്ധമായ ഭഗവത്ഗീത ഭാഗവത ഇത്യാദി ഗ്രന്ഥം ശ്രീലപ്രഭാതർ എഴുതിയിട്ടുണ്ട്. അതിനെ ഭക്തന്മാരുടെ ഒക്കെ കൊണ്ട് അത് മലയാളത്തിൽ അവൈലബിൾ ആണ്. വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ നമ്മൾ വായിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ഉള്ള സമയം ഒട്ടും പാഴാക്കാതെ ഇതെല്ലാം വായിച്ചിട്ട് മരിക്കും. അപ്പൊ കൃഷ്ണൻ നോക്കും, പ്രഭുപാദ് നോക്കും, എന്താ ഇവൻ പറയത്തൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവൻ എന്റെ പുസ്തകം എല്ലാം വായിച്ചിട്ടുണ്ട്, ഇറക്കുമെന്ന് പറഞ്ഞ് തൂക്കും. നമ്മുടെ ഭഗവാന്റെ അടുത്ത് എത്താൻ നമ്മുടെ കഴിവൊന്നും നോക്കണ്ട. ആരുടെ കാര്യം നോക്കിയാൽ മതി? ഭഗവാന്റെ കാരണം നോക്കിയാൽ മതി. ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ രാമായണത്തിലുള്ള ഈ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്കും ഒരു പ്രതീക്ഷയുള്ള ഒരു കഥ അതിനകത്തുണ്ട്. അതായത് രാവണൻ ആരോട് എതിർത്തു? രാമനോട് എതിർത്തു. എന്നാൽ രാവണന്റെ അനുജൻ പേരെന്താ? വിഭീഷണൻ പറഞ്ഞു രാമനെ ശരണം പ്രാപിക്കുന്നു. എത്ര ബുദ്ധി ഉപദേശിച്ചിട്ടും ആരുടെ തലയിൽ കയറിയില്ല, രാവണന്റെ തലയിൽ കയറിയില്ല. അവസാനം അദ്ദേഹം തീരുമാനിച്ചു, എന്താ ഇനി ഇവരുടെ തലയിൽ കയറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കാര്യം ഇനി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം രാമനെ ശരണം പ്രാപിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. ഈ പോണ വഴിക്ക് വിളിച്ചു, പൂന്താനം വിളിച്ചതുപോലെ, ഭാര്യ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കിവിടെ കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അതേപോലെ ഒരുപാട് പേര് ഇദ്ദേഹത്തിനോട് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുറെ രാക്ഷസന്മാർ, രാക്ഷസന്മാർ 2 പേര്, കുറച്ച് പേര് ആരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു? വിഭീഷണന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. അപ്പൊ വിഭീഷണൻ കടലിൽ താണ്ടി വരുമ്പോ വാനരന്മാര് കാണുകയാണ്. കാണുമ്പോ ലങ്കയിൽ നിന്ന് കുറെ ആൾക്കാർ വരുന്നു. രൂപം എങ്ങനെയുണ്ട്? അയവുള്ള ഇവിടെ ഇവര് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോഴത്തേക്കും വെയിറ്റ് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഇവർ വന്നിട്ട് പറഞ്ഞു, ഞാൻ രാമനെ ശരണം പ്രാപിക്കുന്നു, രാമന്റെ ദാസനാണ് ഞാനെന്ന് ദൂരെ ഇങ്ങനെ ആര് വിളിച്ചു പറഞ്ഞു? വിഭീഷണൻ പറഞ്ഞു. അപ്പൊ രാമദാസൻ എന്ന് പറഞ്ഞാൽ അപ്പോ അദ്ദേഹത്തിന് ഞാൻ സ്വീകരിക്കുമെന്ന് രാമ പ്രഖ്യാപിച്ചിരിക്കാം. അവിടെ അമ്പ് ഒന്നിടാൻ പറ്റും. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു, രാമന്റെ ദാസനാണെന്ന് ആര് പറഞ്ഞു? ആ ടീമിലെ ഒരാൾ പറഞ്ഞു. ആരാണ്? അതിന്റെ ലീഡറായ വിഭീഷണൻ പറഞ്ഞു. ഇത്ര ചെയ്തു. ശ്രീരാമൻ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ വലിയൊരു വാനര പടയുടെ ഏറ്റവും അകത്താണുള്ളത്. ശ്രീരാമചന്ദ്രനെ വാനരപട സംരക്ഷിക്കുന്നത്. രാമൻ പറയുകയാണ്, പറഞ്ഞപ്പോൾ ഇത്രയും വാനരപടയും എന്ത് മാറിക്കൊടുത്തു? ചോദ്യം ഇതാണ്. ആ മാറിക്കൊടുത്ത വഴിയിലൂടെ വിഭീഷണൻ മാത്രമാണോ? വിഭീഷണന്റെ കൂടെ വന്നവരുടെ ക്വാളിഫിക്കേഷൻ പോലും അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ആരുടെ കൂടെ വന്നു? വിഭീഷണന്റെ കൂടെ വന്നു. കയറിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ അവര് നാമം ജപിക്കുന്നവരാണോ? അത്യാവശ്യമുണ്ട്. യോഗ്യനായ ഒരു ഗുരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് രാമസന്നിധിയിൽ നമുക്കും എത്താം. ആ രാക്ഷസന്മാരെല്ലാം ശരിയായ ഒരു ഗുരുവിനെ ഫോളോ ചെയ്തുകൊണ്ട് അവരെല്ലാം രാമസന്നിധിയിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രതീക്ഷ എന്നിലല്ല, എനിക്ക് പ്രഭുപാദിനാവും. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളിയ സേവനം, അദ്ദേഹം മലയാളത്തിൽ ഭക്തന്മാരുടെ കൃപ കൊണ്ട് എഴുതിയ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ട് മരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ അദ്ദേഹത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു എളിയ സേവനം. അദ്ദേഹം ഉറക്കമില്ലാതെ എഴുതിയ പുസ്തകം നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എഴുതുന്ന വായിച്ചു നിർത്തി. അദ്ദേഹം 1 മണിക്ക് ശേഷമാണ് എഴുതിയത് അല്ലേ? അപ്പൊ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ഒന്ന് വായിച്ചിട്ട് മരിച്ചൂടെ?
ആ ഒരൊറ്റ ഒരു സേവ ചെയ്താൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് പ്രഭുപാദ ആ ടീമില് നമ്മളെയും കൂടെ ഉൾപ്പെടും. അങ്ങനെ ആ ടീമിൽ ഉൾപ്പെടാൻ നമ്മളെ സഹായിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. നമ്മൾ നന്നായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിയായ ഗുരുവിനെ പോലെ നല്ലൊരു ഗുരുവിനെ കൃഷ്ണൻ നമ്മളെ എത്തിച്ചിട്ടുണ്ട്. വഞ്ചിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുസ്തകം അടക്കി വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പരിപാടിക്ക് പോകാം. നമ്മളെ നയിക്കുന്നതും നശിപ്പിക്കുന്നതും ആരാണ്? നമ്മൾ തന്നെ. ആ ഒരു സ്വതന്ത്രം കൃഷ്ണൻ നമുക്ക് തന്നിട്ടും നമ്മൾ തീരുമാനിക്കാം നമുക്ക് ഇവിടെ. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും കഴിയട്ടെ പ്രഭാന്റെ പുസ്തകം വായിക്കാൻ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ ഡിസ്കഷനോ ക്ലാരിറ്റിയോ കമന്റ്സോ ഉണ്ടെങ്കിൽ ദയവായി. ഹരേ കൃഷ്ണ. ഇന്നത്തെ ദിവസം ആവശ്യം ചർച്ച ചെയ്യപ്പെടുന്നത് അവരുടെ ആൾക്കാർ. ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കൃഷ്ണൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിച്ചാണ്. നമ്മുടെ പ്രഭുപാദിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി ഇതുപോലൊരു സിറ്റുവേഷൻ നമ്മുടെ കൺമുമ്പിൽ കൃഷ്ണൻ തരുമെന്ന് വിചാരിച്ചാണ്. ഇന്നത്തെ ശ്ലോകത്തിൽ അർത്ഥത്തിനെ കണ്ടിട്ട് എങ്ങനെ ആ പാടി ശ്രമിക്കുന്നുണ്ടല്ലോ. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ഗന്ധരാജ് ഗൗരവ